In computing that time, such day shall be excluded. Where no day of commencement is named, the time so limited begins from the making of the lease. നമ്മള് ഇത് ലിമിറ്റേഷൻ്റെ അതായത് ഒരു പീരീഡ് തുടങ്ങുന്നതും മറ്റേ ലിമിറ്റേഷനുമായി ബന്ധപ്പെട്ടൊക്കെ വരുമ്പോഴത്തേക്ക് ഒരു ജനറൽ ക്ലാസ് ആക്ടിൽ ഒരു പ്രൊവിഷൻ ഉണ്ട്. ജനറൽ ക്ലാസ് ആക്ട് സെക്ഷൻ 9A, അതായത് ഇഫ് എനി പ്രൊസീഡിംഗ് no specific mention is there in regarding the computing the period. General Class Act section 9A will come into operation. അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കാൻ ഞാൻ പറയുന്നല്ലേ ഉള്ളൂ. അതായത് അതിൽ പറയുന്നത് whenever the word from is used, from beginning from to എന്നാണ് പറയുന്നതെങ്കിൽ from word വന്നാല് the first in a series of days or any other period of time should be excluded. The first day should be excluded from എന്ന് പറയുകയാണെങ്കിൽ whenever the word to is used, the last day should be included. ഇതാണ് ജനറൽ ക്ലാസ് ആക്ട് പറയുന്നത്. അതായത് ഏതെങ്കിലും ഒരു പീരീഡ് അത് ലിമിറ്റേഷൻ ആയാലും ശരി, എന്തായാലും ശരി, അല്ലെങ്കിൽ നോട്ടീസ് അയക്കാനുള്ള പീരീഡ് ആയാലും ശരി, ഒരു പീരീഡ് പറയുകയും ആ പീരീഡില് ഇത് പീരീഡ് വിൽ സ്റ്റാർട്ട് ഫ്രം എന്നൊരു വാക്ക്, ഫ്രം ഡാഷ് ഡേ, ഫ്രം എ പർട്ടിക്കുലർ ഡേ എന്ന് പറഞ്ഞാൽ ഫ്രം എന്ന് പറഞ്ഞാൽ ആ തുടങ്ങുന്ന ഡേറ്റ് എക്സ്ക്ലൂഡ് ചെയ്യും. ടു ഡാഷ് എന്ന് പറഞ്ഞാല് ആ ടു എന്ന് പറഞ്ഞാൽ അവസാനത്തെ പീരീഡ് ഇൻക്ലൂഡ് ചെയ്യും. അത് ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ഇതാണ്. നിങ്ങൾ സെക്ഷൻ 12 ലിമിറ്റേഷൻ ആയിട്ട് എടുത്ത് നോക്കിയാലും അത് കാണാം. ഇൻ കമ്പ്യൂട്ടിംഗ് ദ പീരീഡ് ഓഫ് ലിമിറ്റേഷൻ, 12 ലിമിറ്റേഷൻ ഒന്ന് വായിച്ചു നോക്കുക, സമയം കിട്ടുമ്പോൾ വായിക്കുക. ഇതുമായി ബന്ധപ്പെട്ട് ഇൻ കമ്പ്യൂട്ടിംഗ് ദ പീരീഡ് ഓഫ് ലിമിറ്റേഷൻ, ദ പീരീഡ് ഇൻ ഫയലിംഗ് എ സ്യൂട്ട് ഓർ ദ അപ്പീൽ സോ ആൻഡ് സോ വരുമ്പോ the day from which the period is to be reckoned, the day from which the period is to be reckoned, from എന്നവിടെ has to be excluded. ആ ഒരു ജനറൽ ആയിട്ടുള്ള പൊസിഷനാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഏത് സെക്ഷൻ 110, exclusion of day on which the term commences. Whenever the time limited by a lease of immovable property is expressed as commencing from a particular the period of the lease deed, the lease will commence from a particular day. Period of commencing of the lease ആണ്, commencement of the lease ആണ്. അങ്ങനെ പ്രത്യേക പീരീഡ് പറയുന്നെങ്കിൽ അത് നോട്ടീസോ കാര്യങ്ങളോ മറ്റേ സറണ്ടറോ ഒക്കെ കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് ആ ഫസ്റ്റ് ഡേ, ആ പർട്ടിക്കുലർ ഡേ എന്ന് പറയുന്നത് ഫസ്റ്റ് ഡേ ഹാസ് ടു ബി എക്സ്ക്ലൂഡഡ് and the last day has to be included. പിന്നെ അതാണ് പറയുന്നത്. when the time limited by a lease of immovable property is expressed as commencing from a particular day, in computing that time such a day shall be excluded. Where no day of commencement is named, the time so limited begins from the making of the lease. The lease deed is executed. അത് പറയുന്നുള്ളൂ. പീരീഡ് ഓഫ് കമൻസ്മെന്റ് പറയുന്നില്ല. അങ്ങനെ പീരീഡ് ഓഫ് കമൻസ്മെന്റ് പറയുന്നില്ല. എന്നാണ് തുടങ്ങുന്നത്? എന്നാണ് എക്സിക്യൂട്ട് ചെയ്തത് അന്ന് തുടങ്ങും. എന്നാണ് ലീസ് എക്സിക്യൂട്ട് ചെയ്ത് രജിസ്റ്റർ ചെയ്തതല്ല, എന്നാണ് ലീസിൽ എക്സിക്യൂട്ട് ചെയ്ത കക്ഷികള് അന്ന് തുടങ്ങും. ആ പീരീഡ് അന്ന് തുടങ്ങും. അത് ആ ഡേറ്റ് എക്സ്ക്ലൂഡ് ചെയ്യില്ല. അത് ആ ഒരു വ്യത്യാസം അത് മനസ്സിലാക്കി വെക്കുക. Where no day of commencement is named, the time so limited begins from the begins in the making of the lease. അതിൽ where the time limited by a lease or immovable property is expressed as commencing from a particular day, അങ്ങനെ വരുന്നിടത്താണ് ഫസ്റ്റ് ഡേ എക്സ്ക്ലൂഡ് ചെയ്യുന്നത്. ഇത് നോ പീരീഡ് ഈസ് മെൻഷൻഡ്. ഇത് പീരീഡ് സ്റ്റാർട്ട്സ് ഫ്രം ദ മേക്കിംഗ് ഓഫ് ദി ലീസ്. മേക്കിംഗ് ഓഫ് ദി ലീസ് ദ എക്സിക്യൂഷൻ ഓഫ് ദി ലീസ്, നോട്ട് ദ രജിസ്ട്രേഷൻ ഓഫ് ദി ലീസ്. അത് എല്ലാ ഡോക്യുമെന്റ് അങ്ങനെ തന്നെ. ഈ നമ്മൾ ഡോക്യുമെന്റ് എക്സിക്യൂട്ട് ചെയ്യുന്ന ഒപ്പിടുന്ന ഡേറ്റും അത് രജിസ്ട്രേഷന് കൊടുത്ത് ആ രജിസ്റ്റർ ചെയ്ത് നമുക്ക് സ്റ്റാമ്പ് അത് നമ്മുടെ പൈസ വാങ്ങിച്ച് രജിസ്റ്റർ ചെയ്ത് നമ്പർ ഇട്ട് തരുന്ന ഡേറ്റ് രണ്ടാണെങ്കിൽ തുടങ്ങുന്നത് എക്സിക്യൂട്ട് ചെയ്ത ഡേറ്റ് ആണ്. ഇത് ഫോളോ ചെയ്യുന്നുണ്ടോ സ്റ്റെഫി? The duration of lease for a year, whether time so limited is a year or a number of years. ഇയർ ടു ഇയർ ആണ്. എന്ത് രജിസ്റ്റർ ചെയ്തിരിക്കണമെന്നുണ്ട്.
In the absence of an express agreement to the contrary, the lease shall last during the whole anniversary of the day from which such time commences. എന്ന് പറഞ്ഞാൽ ഹോൾ ആനിവേഴ്സറി ഓഫ് ദി ഡേ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു ജനുവരി 1-നാണ് അല്ല ഒരു ഏപ്രിൽ 1-നാണ് തുടങ്ങുന്നതായിരിക്കുക. ഏപ്രിൽ 1, 2025 തുടങ്ങി. അപ്പൊ ഇത് ഏപ്രിൽ 1, 2026. മനസ്സിലായില്ലേ? അതങ്ങനെയാണ് പോകുന്നത്. ഇപ്പൊ മന്തിൽ തുടങ്ങാന്ന് വിചാരിക്കുക. ഏത് മന്ത് ആണെങ്കിൽ ഇപ്പൊ 12th day ഓഫ് ഇത് ഏത് മാസം? ഇത് മാർച്ച് ഏപ്രിൽ അല്ലേ? 12th day ഓഫ് മാർച്ച് ഏപ്രിൽ 12th day ഓഫ് ഏപ്രിൽ അങ്ങനെ തുടങ്ങിയാൽ എന്ത് വരും? അടുത്ത മാസം എന്താണ് തീരുന്നത്? 13th day ഓഫ് ഏപ്രിൽ. അല്ല 31 ദിവസം 28 ദിവസം എന്നുള്ള അല്ലെ മന്ത് എന്ന് പറയുന്നത്. മന്ത് ടു മന്താണ്. ചിലപ്പോ 28 ഫെബ്രുവരി 28 ദിവസമേ ഉള്ളൂ. 4, 6, 9, 15 മാസങ്ങൾക്ക് 30 താൻ അല്ലേ? നമ്മുടെ അങ്ങനെ പഠിക്കാറില്ലേ? അമല അങ്ങനെ ഉണ്ടായില്ലേ? എങ്ങനെയാണ് ഈ വർഷം പണ്ട് കണ്ടുപിടിക്കുന്നത്? എങ്ങനെ സാറ് ക്വസ്റ്റ്യൻ മനസ്സിലായില്ല. ഇപ്പോഴേ നമ്മൾ ചില മാസങ്ങളിൽ 31, ചില 28, ചിലത് 30 ഒക്കെ ഇല്ലേ? അത് കൈത്തണ്ടയില് 30, 31. എങ്ങനെ കണ്ടുപിടിക്കുന്ന ചോദിക്കാണ് പെട്ടെന്ന്. അത് അറിയില്ല സാർ, അറിയില്ല. ഞങ്ങളൊക്കെ ഒത്തിരി പഠിക്കും. 4, 6, 9, 11 മാസങ്ങൾക്ക് 30 താൻ. 4, 6, 9, 11. 4, 6, 9, 11 മാസങ്ങൾക്ക് 30 താൻ. ഫെബ്രുവരിക്ക് 28 മറ്റൊക്കെ ഇന്നാൾ 31. ഇത് നമ്മുടെ ഈ കവിത ആരും ഓയമ്മക്കുറിപ്പ് എഴുതിയതൊന്നുമല്ല. ഇത് ഒരു പെട്ടെന്ന് മനസ്സിലാക്കാൻ ഇത് ആര് പറഞ്ഞോണ്ടേ? ഇത് അനീഷിന് അറിഞ്ഞോണ്ടേ? ഇത് കേട്ടിട്ടില്ലേ? അത് ശരി, അത് കൊള്ളാം. അത് പെട്ടെന്ന് കണ്ടുപിടിക്കാം. 31 30. ഇപ്പൊ ഫെബ്രുവരിക്ക് 28. ഇപ്പൊ നവംബർ എത്ര ദിവസമുണ്ട്? ആർക്ക് പറയാം? പെട്ടെന്ന് പറയാൻ പറ്റും. 4, 6, 9, 11. അത് 4, 6, 9, 11 മാസങ്ങൾക്ക് 30. ഫെബ്രുവരി അത് തന്നെ. അത് ഇംഗ്ലീഷിലും പറയുന്നത്, മലയാളത്തിൽ ഇങ്ങനെയും പോകും. 30 days ഓഫ് സെപ്റ്റംബർ, ഏപ്രിൽ, നവംബർ അല്ലേ? ഫെബ്രുവരി ഹാസ് 28 alone അല്ലേ? ആള് 31 അല്ലേ? അതാണ്. അത് എൻജോയ് പഠിക്കുന്നവരെ പഠിക്കുക. ഇനി അതൊക്കെ പഠിക്കേണ്ട ആവശ്യമില്ലല്ലേ? നമ്മളൊക്കെ ആരാ ഇനി അതാണ് പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഇത് പിന്നെ അപ്പൊ ഡ്യൂറേഷൻ ഓഫ് ലീസ് ഫോർ എ ഇയർ, but the time so limited is a year or a number of years in the absence of an express agreement to the contrary, the lease shall last during the whole anniversary of the day from which such time commences. പറഞ്ഞല്ലോ, option to determine lease, but the time so limited is expressed to be terminated before its expiration, and the lease omits to mention it to whose option it is to terminable. The lessee and not the lessor shall have such option. ചോദിക്കാൻ പറ്റുന്നതാണ്. ഇപ്പൊ ലീസിന്റെ ടെർമിനേഷന് both sides, lessor and lessee, have the option to terminate the lease voluntarily. മതിയാക്കാം. അങ്ങനെ വരുമ്പോഴത്തേക്ക് where the time so limited is expressed to be terminable before its expiration. അപ്പോ ഇപ്പൊ വർഷാവസാനം ഇയർ ആണ്. ഇപ്പൊ ഈ മാർച്ച് ഏപ്രിൽ 20 തുടങ്ങി. അങ്ങനെ നമ്മളെന്ത് ഏപ്രിൽ 2026, ഏപ്രിൽ 20, 2027 എന്ന് വരുന്ന വിചാരിക്കും. അപ്പൊ അതിന് മുമ്പായിട്ട് തീർക്കണമെന്നുണ്ടെന്ന് വിചാരിക്കും. ടെർമിനേറ്റ് ചെയ്യണം. where the time so limited is expressed to be terminable before its expiration, and the lessee omits to mention, and the lease omits to mention at whose option is this to terminate. ആര് മുൻകൈ എടുക്കണം? Who has given the priority to convey that? ആർക്കാ പ്രയോറിറ്റി പറഞ്ഞത്? The lessee and not the lessor shall have the option. ലെസ്സിക്കാണ്. ലെസ്സറുടെ സൗകര്യത്തിനല്ല മാറ്റുന്നത്, ലെസ്സിയുടെ സൗകര്യത്തിനാണ് മാറ്റുന്നത്. എന്തുകൊണ്ടാണ്? ഈസ് എൻജോയിങ് ദ പ്രോപ്പർട്ടി ആൻഡ് ഇറ്റ് ഈസ് അപ് ടു ഹിം ടു ഡിസൈഡ്. Some inconvenience may have been there in surrendering the possession and allowing the lessor to re-enter, terminate ചെയ്ത്.
അപ്പോഴും പെട്ടിയും കൊടുക്കാൻ എല്ലാം പറക്കി എടുത്ത് കൊണ്ടുപോകാനും കാര്യങ്ങളൊക്കെ അയാൾക്കല്ലേ ആവശ്യമുള്ളൂ, സമയം ആവശ്യമുള്ളൂ. അപ്പൊ എന്താണ് ഇറ്റ് ഈസ് ഹിസ് കൺവീനിയൻസ് ഹാസ് ടു ബി ഗിവൻ പ്രയർ ഇമ്പോർട്ടൻസ്. അങ്ങനെ ഒബ്ജക്റ്റീവ് വന്നാൽ എന്താണ്? The lessee's option, lessee has the option, first option, lessee and not the lesser shall have first such option. Okay. ഡിറ്റർമിനേഷൻ ഓഫ് ലീസ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞാണ്, ഞാനെല്ലാം കഴിഞ്ഞ ദിവസം കവർ ചെയ്തതാണ്. ഡിറ്റർമിനേഷൻ ഓഫ് എങ്ങനെയാണ് ലീസ് ഡിറ്റർമിൻ ചെയ്യുന്ന കുറെ കാര്യങ്ങളായിരുന്നു പറയുന്നുണ്ട്. ഫോർ ഫീച്ചർ വന്നിട്ടുണ്ട്. പിന്നെ ഫോർ ഫീച്ചറിന്റെ ഇഫക്റ്റ് നമ്മൾ 112 വന്നിട്ടില്ലായിരുന്നു. 112 നോക്കിയുള്ളൂ. ഫോർ ഫീച്ചർ അണ്ടർ സെക്ഷൻ 11 ക്ലോസ് ജി, 11 ക്ലോസ് ജിയിലാണ് ഫോർ ഫീച്ചർ വരുന്നത്. ലീസ് ഡിറ്റർമിൻ ചെയ്യുന്നത് ബൈ വേ ഓഫ് ഫോർ ഫീച്ചർ. A forfeiture under section 111 clause G is waived by acceptance of rent which has become due since the forfeiture, or by distress for such rent, or by any other act on the part of the lessor showing an intention to treat the lease as subsisting, provided that the lessor is aware that the forfeiture has been incurred. Provided also that where rent is accepted after the institution of a suit to eject the lessee on the ground of forfeiture, such acceptance is not a waiver. പ്രധാനപ്പെട്ട സെക്ഷനാണ്, നമുക്ക് ഒബ്ജക്റ്റ് ചോദിക്കാൻ പറ്റുന്നതാണ് ഫോർ ഫീച്ചർ. ഇപ്പൊ ലീസ് ഫോർഫീറ്റ് ചെയ്ത് ജി പ്രകാരം പലതുണ്ട്. എന്താണ് എക്സ്പ്രസ് കണ്ടീഷൻ അതിനകത്തുണ്ട്. ആ കണ്ടീഷൻ പ്രകാരം എന്താണ്? ഇൻ കേസ് ലെസി ബ്രേക്സ് ആൻ എക്സ്പ്രസ് കണ്ടീഷൻ വിച്ച് പ്രൊവൈഡ്സ് ദാറ്റ് ഓൺ ബ്രീച്ച് ഓഫ് thereof a lesser may create a covenant is condition is there in the lease that if the lessee sublet it, the subject matter is not subject to sublease. അത് പറയുന്നു. അല്ലെങ്കിൽ this shall not be, other person shall not be allowed to be in possession of the property. അങ്ങനെയൊക്കെ പല കണ്ടീഷൻ ഉണ്ട്. ഇത് കണ്ടീഷൻ is violated. അതിൽ പ്രൊവിഷൻ ഉണ്ട്. എന്താണ്? the current the lease the lessor has got the right to re-enter. re-enter എന്ന് പറയുമ്പോൾ തീർന്നു എന്നുള്ളതാണ്. ലെസറിന്റെ കൈവശം പൊസഷൻ. റീഎൻട്രി എന്തിനാണ്? റീഎൻട്രി ഇസ് ദ സിംബോളിക് വേ ഓഫ് ഗെറ്റിംഗ് പൊസഷൻ ഓഫ് ദ പ്രോപ്പർട്ടി. റീഎൻട്രി പൊസഷൻ ആയ കാര്യങ്ങളാണ്. പൊസഷനാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ആ റീഎൻട്രി അതാണ് പറയുന്നത്. അങ്ങനെ കുറെ കണ്ടീഷൻ പറയുന്നുണ്ട്. അങ്ങനെ ഇതിൽ പറയുന്ന കണ്ടീഷനിൽ ഏതെങ്കിലും ഇത് ലീസ് ഫോർഫീറ്റ് ചെയ്തു. അങ്ങനെ ഫോർഫീറ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ട് ആ ലീസ് ഇല്ലാതാകുന്നില്ല. അതാണ് ഈ 112 പറയുന്നത്. A lease is not at an end merely on service of a notice under class G of section 111. അത് ഏതാ സെക്ഷൻ എടുക്കുന്നത്? 112 അല്ലേ? 112 അതാണ്. അങ്ങനെ വന്നാലും അങ്ങനെ ഫോർഫിറ്റ് ചെയ്താലും എന്താണ്? നോട്ടീസ് ക്ലോസ് എച്ച് എടുത്ത് നോക്കിക്കോളൂ. എച്ച് നോക്കിക്കോളൂ. 111. On the expiration of a notice to determine the lease or to quit, or of intention to quit, the property leased duly given by one party to the other. Illustration. That's a friend illustration. On the expiration of a notice to determine the lease, or to quit, or of intention to quit, the property leased duly given by one party to the other. അപ്പൊ അത് ഈ ഡിറ്റർമിനേഷൻ ഓഫ് ലീസ് പലതരത്തിൽ വരുന്ന രീതിയാണ് ഇതിലെല്ലാം പറയുന്നത്. ഇതിൽ നമ്മൾ ഈ 112 നോക്കിക്കോളൂ. എ ഫോർഫീച്ചർ അണ്ടർ ക്ലാസ് 111 ക്ലോസ് ജി. ആ ജിയിൽ ഫോർഫീച്ചർ പലത് പറയുന്നുണ്ട്. ജി ഈസ് വേവ്ഡ് ബൈ അക്സെപ്റ്റൻസ് ഓഫ് റെന്റ് വിച്ച് ഹാസ് ബിക്കം ഡ്യൂ സിൻസ് ദ അങ്ങനെ ഈവൻ ഇഫ് ദി ലീസ് ഈസ് ഫോർഫീറ്റഡ് അണ്ടർ എനി ഓഫ് ദി ഈ ക്ലോസ് കമ്മിങ് അണ്ടർ 111 ജി. അത് 1 മുതൽ ഏതാണ്ട് എത്ര പറയുന്നത്? 3 പറയുന്നുണ്ട്. ഇതിൽ ഏതെങ്കിലും ഫോർഫിറ്റ് ചെയ്യാൻ തന്നെ ഇത് ലെസർ അക്സെപ്റ്റ്സ് റെന്റ്. ആ റെന്റ് വന്നാൽ എന്ത് ചെയ്യും? It can be termed as waived by the forfeiture is waived by the lesser. That means അതിന്റെ അർത്ഥം എന്താണ്? He wants to continue the lease with the same terms and conditions. അതാണ്. A forfeiture under section 111 clause G is waived by acceptance of rent
വിച്ച് ഹാസ് ബിക്കം ഡ്യൂ സിൻസ് ദ ഫോർഫീച്ചർ. അങ്ങനെ ഫോർഫീച്ചർ ആയതിനു ശേഷം ഉള്ള റെന്റ് പറയുന്നത് ഇത് ലെസർ അക്സെപ്റ്റ്സ് ഇറ്റ് അതിന്റെ ആഫ്റ്റർ എഫക്ട് എന്താണ്? ദ ലെസർ ഹാഡ് backtracked from the forfeiture and he is willing to see that the lease is continued on the same conditions. അങ്ങനെ ഫോർഫീച്ചർ വേവ് ചെയ്യുന്നതിൽ ഒന്ന് ഏതാണ്? is waived by acceptance of rent which has become due since the forfeiture, or അടുത്തെന്താണ്? by distress for such rent or by any other act on the part of the lessor showing an intention to treat the lease is subsisting. അല്ലെങ്കിൽ or by the distress for such rent or by any other action on the part of the lessor showing an intention to treat the lease is subsisting. എന്താ ഫോർഫീച്ചർ ആയതിനു ശേഷം അനന്തര നടപടികളുമായിട്ട് ഇയാൾ മുന്നോട്ട് പോകാതിരിക്കുക. മനസ്സിലായില്ലേ? Is proceeding further in persons from that forfeiture. അങ്ങനെ അതെന്താ അതിന്റെ അർത്ഥം എന്താണ്? is showing an intention to treat the lease as subsisting, showing the intention to treat the lease as terminated എന്ന് തോന്നും വരും. അങ്ങനെ പോകാതെ ഒരു ഡിസ്ട്രസ് എന്ന് പറഞ്ഞാൽ കോയേഴ്ഷ്യസ് സ്റ്റെപ്സ് എന്നാണ്. മറ്റൊരു സ്റ്റെപ്സ് കയ്യിൽ എടുക്കാതിരിക്കുക. അതിനർത്ഥം എന്താണ്? ദ ലീസ് ഈസ് സ്റ്റിൽ കണ്ടിന്യൂയിങ് provided that the lessor is aware that the forfeiture has been incurred. എന്ന് വെച്ചാൽ അങ്ങനെ ഫോർഫീച്ചർ വന്നു വന്നുള്ള മനസ്സിലാക്കിയിട്ട് ഇങ്ങനെ പ്രവർത്തിക്കണം എന്നല്ല, അതങ്ങ് കളയുക, അത് കാര്യമില്ല. പ്രൊവൈഡഡ് ആൾസോ ദാറ്റ് where rent is accepted out of the institution of a suit to eject the lessee on the ground of forfeiture, such acceptance is not a waiver. പിന്നെ suit is filed, ഇത്രയുള്ള ഈ 112 പ്രധാനമായിട്ട് വരുന്ന ലാസ്റ്റ് ആണ്. അപ്പൊ നമ്മൾ ഒരു കണ്ടീഷൻ ചെയ്യുക. ഇപ്പൊ 111 ജി പറയുന്ന പ്രകാരം പല 2-3 തരത്തിൽ പറയുന്നുണ്ട്. അതിൽ ലീസ് ഫോർഫിറ്റ് ചെയ്തതില് 112 says that even after forfeiture of the lease can be continued on the same terms and conditions. പക്ഷെ ഒരു കാര്യത്തിൽ മാത്രം നടക്കില്ല. എപ്പോഴാണ്? any distress steps has been taken in pursuance of the forfeiture. എന്താണ് സ്റ്റെപ്സ്? എന്താണ് അതെന്താണ്? yes issued, he has sued, he has filed a suit against the party for എന്തിനാണ് suit എന്തിനാണ്? suit for recovery of possession, suit for evicting him for establishing his re-entry. അങ്ങനെ സൂട്ട് ഫയൽ ചെയ്താല് ആ ഫയൽ ചെയ്തതിനു ശേഷം if the tenant pays rent, അങ്ങനെ റെന്റ് അക്സെപ്റ്റ് ചെയ്താല് acceptance of such a rent is cannot be taken as a point that he is waiving the forfeiture. എന്തുകൊണ്ടാണ്? as long as the tenant is occupying the property, the lessor is entitled to get rent. നിങ്ങൾ റെന്റ് കൺട്രോൾ ആക്ട് പഠിക്കുമ്പോൾ അത് വരുമ്പോഴത്തേക്ക് വരും. if you filed a petition under section 11(2)(b) for eviction, ആ എവിക്ഷൻ വരുമ്പോഴത്തേക്ക് ആദ്യം നോട്ടീസ് അയക്കണം. That much arrears are there. Then you have to pay the rent. You have to pay the arrears with interest and the cost of the notice. നോട്ടീസ് അയച്ചു. ഇന്ന് നോട്ടീസ് അയച്ചു എന്ന് വിചാരിക്കുക. നോട്ടീസ് അയച്ചു, അയാൾ റെന്റ് തരുന്നില്ല. അപ്പൊ വന്നപ്പോഴത്തേക്ക് എന്ത് ചെയ്ത്? ലാൻഡ് ലോഡ് ഇതിന്റെ ലെസറാണ്. ലെസർ എവിക്ഷൻ പെറ്റീഷൻ ഫയൽ ചെയ്തു 11(2)(b) റെന്റ് ഫയൽ ചെയ്തു. വക്കീൽ ഏൽപ്പിച്ചത് ഫയൽ ചെയ്ത് വന്നപ്പോഴത്തേക്ക് 2 മാസം എടുത്തു. Then at that time also he is still continuing in the property. അല്ലേ? അത് ഫയൽ ചെയ്തു, സമൻസ് പോയി, അയാൾ നോട്ടീസ് അയാൾ വന്ന് അപ്പിയർ ചെയ്തു. അപ്പോഴത്തേക്ക് 4-5 മാസമായി. അപ്പോഴത്തേക്ക് he is continuing. ആ സമയത്തുള്ള റെന്റ് കോടതി കെട്ടിവെക്കണമെന്നാണ് 11(2)(b) സെക്ഷൻ 19 ആണെന്ന് തോന്നുന്നത്. 19 18 ഞാൻ പ്രത്യേകിച്ച് വ്യക്തമായിട്ട് ഓർക്കുന്നില്ല. ഒരു പ്രൊവിഷൻ ഉണ്ട്. നമുക്ക് പറയാതെ പ്രൊവിഷൻ പോട്ടെ. റെന്റ് കോടതി കെട്ടിയത് അഡ്മിറ്റഡ് റെന്റ് കെട്ടിവെക്കണം. Then only the tenant is allowed to, the lessee is allowed to continue in possession. Lessee is allowed to contest the matter. മനസ്സിലായില്ലേ? എന്തുകൊണ്ടാണ്? as long as he is continuing in possession, it is the right of the lessor to see that the admitted the rent is reached in his pocket. അല്ലേ?
അല്ലെങ്കിൽ ഒരു കേസ് ഇങ്ങനെ നീട്ടി കൊണ്ടുപോയാൽ അയാൾ റെന്റ് കൊടുക്കാതിരിക്കാൻ പറ്റുമോ? റെന്റ് കൊടുക്കാതിരുന്നാൽ മതിയോ? അതാണ് ഇവിടെ പറയുന്നത്. ഈ ലാസ്റ്റിൽ പറയുന്നത് കൊണ്ടാണ് whenever a suit is filed, even then he is entitled to get rent. ആ റെന്റ് റിസീവ് ചെയ്യാൻ അർത്ഥം എന്താണ്? അത് ഇത് ആ ഫോർഫീച്ചർ വേവ് ചെയ്തൊന്നല്ല. പക്ഷേ ഈ സൂട്ട് ഫയൽ ചെയ്യുന്നതിന് മുമ്പ് അത് for taking, as I said, any distress steps before taking distress steps after the forfeiture, the rent is paid and he accepts the rent. The presumption is that he has waived the forfeiture. മനസ്സിലായോ? സംശയമുണ്ടോ എല്ലാവർക്കും? ഇല്ലല്ലോ. ഇല്ല. അതാണ് 112. അപ്പൊ അപ്പൊ എന്താണ് ഈ 112 section 111 clause D is waived by acceptance of rent which has become due since the forfeiture. അതിന് ലാസ്റ്റ് ആണ് പറഞ്ഞിരിക്കുന്നത് പറ്റില്ല എന്ന് പറയുന്നത്. പിന്നെ or by distress of such rent or by any other act on the part of the lessor showing an intention to treat the lease as subsisting. Any other act. ആ ആക്ട് എന്താണ്? He can re-enter the property. Lessor can re-enter the property. That shows his act. എന്താണ് ആക്ട്? It is a signal. It is a conveyance to the party. It is a mode of conveying to the lessee that you have to vacate the premises and the lease has been determined. അല്ലാതെ suit for rejectment. അതാണ് പറഞ്ഞത്, suit for rejectment. അതൊക്കെയാണ് അതിൽ പറയുന്ന any other act എന്ന് പറയുന്നതാണ്. Or by any other act on the part of the lessor showing an intention to treat the lease as subsisting. അപ്പൊ lease as subsisting എന്ന് പറഞ്ഞാൽ ഇയാൾ ഇതൊന്നും പ്രവർത്തിക്കുന്നില്ല, ഡിറ്റർമിൻ ചെയ്തു, അയാളെ റീഎൻട്രി ചെയ്യുന്നില്ല, ഈ വാടക കിട്ടാൻ വേണ്ടി അയാൾ ബിസിനസ് സ്റ്റെപ്സ് എടുക്കുന്നില്ല. മനസ്സിലായില്ലേ? അയാളെ കാണുമ്പോൾ അളിയോ അല്ല എന്താ കൊച്ചാട്ടം പോലെ ചിരിച്ച് കളിച്ച് നടക്കുകയാണ്, അവരോട് ചായ കുടിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ പ്രശ്നമൊന്നും ഇല്ല അല്ലേ? ഒരു പ്രശ്നമില്ല. അങ്ങനെ ആകുമ്പോൾ അർത്ഥം എന്താണ്? Even though the lease is determined by under any of the reasons as mentioned in 111G, the lease is still there as continuing, and the lessee is giving the tendering this rent and he accepts it. അപ്പൊ അതാണ് അയാൾ എന്തെന്ന് പറയുന്നത്, ടെനന്റ് ഹോൾഡിംഗ് ഓവർ. ഈസ് ഹോൾഡിംഗ് ഓവർ ആണ്, റെന്റ് ഈസ് ഹോൾഡിംഗ് ഓവർ. പക്ഷെ സൂട്ട് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ആ റെന്റ് അക്സെപ്റ്റ് ചെയ്യുന്നത് ഇറ്റ് റൈറ്റ് ടു അക്സെപ്റ്റ് ദ റെന്റ്. അത് മറ്റേ ഈസ് ലയബിൾ ടു പേ ദ റെന്റ്. അതാണ് അതിൻ്റെ. സബ്രഗേഷനാണ് ടെനന്റ് സഫറൻസ്. ഈസ് ഇല്ലീഗലി ഓക്കുപ്പൈങ്. ഇത് വരില്ലല്ലോ. ഇല്ലീഗലി ഓക്കുപ്പൈങ് വരുമ്പോഴാണ് ഈ സൂട്ട് വരുന്നത്. സൂട്ട് വന്നപ്പോ ഇല്ലീഗലി ഓക്കുപ്പൈ, ടെനന്റ് സഫറൻസ്. അതാണ് അവിടെ റെന്റ് അങ്ങനെ റെന്റ് കൈപ്പറ്റാം. റെന്റ് ഡ്യൂ അയാൾക്ക് ആവശ്യമുള്ളതാണല്ലോ. അപ്പോ ഈ ലാൻഡ് ലോഡ്, അതായത് ലെസർ conveys to the lessee by his conduct or otherwise. മനസ്സിലായില്ലേ? എന്താണ്? The lease is terminated and he is taking next step. അങ്ങനെ വരുമ്പോഴത്താണ് അങ്ങനെ വരുമ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ പലതാണ്. ഒന്ന് സൂട്ട് ഫയൽ ചെയ്യാന്നുള്ളതാണ്, അല്ല എന്താണ് ഇയാൾ നേരെ എൻട്രി ചെയ്യുകയാണ് അല്ലേ? അങ്ങനെയുള്ള കാര്യങ്ങളാണ് അതിനകത്ത് വരുന്നത്. അല്ലാതെ ലീസ് ഡിറ്റർമിൻ ചെയ്തു എന്ന്
ലീസ് ഫോർഫീച്ചറായി എന്നുള്ളത് കൊണ്ട് അവിടെ ഇല്ലാതാകുന്നില്ല. ഈ വഴികളുണ്ടെന്നാണ് പറയുന്നത്. ഇത്രയും. ഇത് നമ്മൾ ഇലസ്ട്രേഷന് ഇതില് 111 ലാസ്റ്റ് ഇലസ്ട്രേഷൻ എഫ് ക്ലാസ് എഫ് ആണത്. എഫ് ബൈ ഇംപ്ലൈഡ് സറണ്ടർ. അത് ഇതിങ്ങനെ ഒരു പ്രോബ്ലമായിട്ട് ചോദിക്കാനും വരും കേട്ടോ. ഇലസ്ട്രേഷൻ ഇംപ്ലൈഡ് സറണ്ടർ ഇതാണ്. A lessee accepts from his lessor a new lease of property leased to take effect during the continuance of the existing lease. This is an implied surrender of the former lease and such lease determines thereupon. പുതിയ ലീസ് എൻട്രി ചെയ്യാണ് ആദ്യത്തെ നിർത്തി വെച്ചിട്ട് സറണ്ടർ. അപ്പൊ ആദ്യത്തെ സറണ്ടർ ചെയ്യുന്ന ഇംപ്ലൈഡ് സറണ്ടർ ആണ്. പുതിയൊരു ലീസ് എൻട്രി ചെയ്താൽ അതിന്റെ അർത്ഥം എന്താണ്? നിലവിലുള്ളത് സറണ്ടർ ചെയ്തു. ന്റെ ഇലസ്ട്രേഷൻ നോക്കിയാൽ A the lessor gives B the lessee notice to quit the property leased. The notice expires. അത് ഡേറ്റ് കഴിഞ്ഞു. B tenders and the rent and A accepts rent which has become due in respect of the property. Since the expiration of the notice is waived. A the lessor gives B the lessee notice to quit the property leased. The notice expires and B remains in possession. A gives B as lessee a second notice to quit. The first notice is waived. അപ്പൊ ആ ഇലസ്ട്രേഷൻ പ്രോബ്ലമാറ്റിക് ഉള്ളതാണ്. വീണ്ടും ഞങ്ങൾ നോട്ടീസ് കൊടുക്കണം, രണ്ടാമത് നോട്ടീസ്. അപ്പൊ അതിനർത്ഥം എന്താണ്? അടുത്ത കോഴ്സ് സ്റ്റെപ്സിന് പോകുന്നില്ല. അപ്പൊ ഇത് ഫസ്റ്റ് നോട്ടീസ് പ്രകാരം ഉള്ളത് വേവ് ചെയ്യും. സെക്കൻഡ് നോട്ടീസ് അയച്ചപ്പോഴത്തെ waiver of quit notice ആണ്. A notice given under section 111 clause H is waived with the express or implied consent of the person to whom it is given by any act on the part of the person giving it showing an intention to treat the lease as subsisting. അങ്ങനെ ഒരു നോട്ടീസ് ലെസർ അയച്ചാൽ തന്നെ a notice given under section 111 clause H is waived. എങ്ങനെ വേവ് ആയിട്ട് കണക്കൂട്ടുന്നത്? with the express or implied consent of the person to whom it is given. to whom it is given ആരാണ്? lessee ആണ്. by any act on the part of the person giving it showing an intention to treat the lease is subsisting. അപ്പൊ നോട്ടീസ് അയച്ച ലെസറുടെ ഏതെങ്കിലും ഒരു കോണ്ടാക്ട് ഈ നോട്ടീസ് അയച്ചതിന് ശേഷവും ആ നോട്ടീസ് വേവ് ചെയ്യുന്നതായിട്ട് ഉണ്ടെങ്കിൽ അത് ആ കോണ്ടാക്ട് ഓഫ് ദി ലെസർ can be that determines whether the first notice is waived or not. ഒരു നോട്ടീസ് അയച്ചു, അടുത്ത നടപടി എന്താണ്? he has to file a suit against him അല്ലേ? അതിന് പോകുന്നില്ല, വീണ്ടും നോട്ടീസ് അയക്കുകയാണ്. അതിന്റെ അർത്ഥം എന്താണ്? he was not interested in taking any steps in person of the first notice. ആദ്യത്തെ നോട്ടീസ് അയച്ചു, സൂട്ട് ചെയ്യുന്നില്ല, ഈസ് കണ്ടിന്യൂയിങ് ടു അക്സെപ്റ്റ് റെന്റ്. അപ്പൊ the tenant is holding on, continuing to accept. അതപ്പോ in the even the absence of അപ്പൊ ഹോൾഡിംഗ് ഓവർ വരുമ്പോൾ എന്താണ്? ഹോൾഡിംഗ് ഓവർ മീൻസ് ഹോൾഡിംഗ് ഓവർ ദ tenanted premises on the same terms and conditions of the then forfeited lease. അതാണ് എന്റെ ഹോൾഡിംഗ് ഓവർ വരുന്നത്. അത് ആ രീതിയിൽ കണ്ടിന്യൂ ചെയ്യുകയാണ്. അപ്പൊ നമ്മൾ വക്കീൽ ഓഫീസൊക്കെ വാടക എടുക്കാറില്ലേ? ആദ്യത്തെ ഒരു വാടക വെച്ചിട്ട് എഴുതും, പിന്നെ വാടക വെച്ചിട്ട് എഴുതാറില്ല, പിന്നെല്ലാം ഹോൾഡിംഗ് ഓവറാണ്, വാടകയ്ക്ക് കൊടുത്തോണ്ടിരിക്കും. ഹോൾഡിംഗ് ഓവറാണ്. എവിക്ട് ചെയ്യാൻ വേണ്ടി എവിക്ട് ചെയ്യാനായിട്ട് സൂട്ട് ഫയൽ ചെയ്തു കഴിഞ്ഞാല് പിന്നെ വാടക കൊടുത്താൽ എന്താണ്?
അത് ആ നോട്ടീസ് അതിന്റെ പ്രൊസീഡിംഗ് വേവ് ചെയ്തിട്ട് കൂട്ടാൻ പറ്റില്ല. ഇനി 114 റിലീഫ് അഗൻസ്റ്റ് ഫോർഫീച്ചർ ഓഫ് നോൺ പേയ്മെന്റ് ഓഫ് റെന്റ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് 11(2)(b)യിലും ഇതുമായിട്ട് ചേർന്ന് വരുന്നതാണ്. 11(2)(b). ഇപ്പൊ നിങ്ങള് ടെനന്റ് ഫെയിൽഡ് ടു പേ റെന്റ് ഫോർ 2 or 3 months കൂട്ടിക്കോളൂ. റെന്റ് അവന്റെ ബിസിനസ് ആയിരിക്കും, ബിസിനസ് ചെയ്യുന്നതിനായിരിക്കും, പല കച്ചവടക്കാർക്കായിരിക്കും, കച്ചവടം മോശമായിരിക്കും, അല്ലെ അയാളുടെ എന്തായാലും എപ്പോഴും റെന്റ് മുടക്കുക എന്ന് പറയുമ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടാണല്ലോ വരുന്നത്, സാമ്പത്തിക പ്രശ്നമാണ്. അതുകൊണ്ട് നിയമം അതിനൊരു ഒരു ഒരു ആ സാമ്പത്തിക പ്രശ്നം വരുന്ന ബുദ്ധിമുട്ട് വരുന്ന അതിന്റെ ഫീൽഡ് ആയതുകൊണ്ട് ഈ നിയമം അതിൽ ഒരു ലീനിയൻ വ്യൂ എപ്പോഴും ആ ടെനന്റിന് ലെസ്സിക്ക് അനുകൂലമായിട്ട് എടുത്തിട്ടുണ്ട്. നിങ്ങൾ 11(2)(b) റെന്റ് കൺട്രോൾ BRC പഠിക്കുമ്പോൾ റെന്റ് കൺട്രോൾ ആക്ട് പഠിക്കും. റെന്റ് കൺട്രോൾ 11(2)(b)യിൽ ഞാൻ നേരത്തെ പറഞ്ഞു, the tenant rent has been due and the landlord lesser issues notice to the lessee mentioned that much that the rent has been due for that much month, that much period, and unless you are paying the rent along with the cost of the notice and interest so and so within last dates, you will be forced to file petition under section 11(2)(b) for evicting you. എന്നിട്ട് കൊടുക്കുന്നില്ല. Then you file a petition for eviction. Eviction petition ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ സെക്ഷൻ 18 ആണ് 19 ആണെന്ന് ഓർക്കുന്നില്ല. അങ്ങനെ വരുമ്പോഴത്തേക്ക് even for contesting the matter, the lessee has to deposit the admitted arrears of rent. Continue to എന്ത് ചെയ്യും? You will be declared as ex parte, petition will be allowed. For contesting the matter, the section says that a provision has been made there in the rent control like that. For party has to continue to deposit the admitted arrear before court, and the landlord the lessor has got the liberty to release. See that the amount is released with him. അങ്ങനെ കേസ് നടത്തി 2-3 കൊല്ലമായെന്ന് വിചാരിക്കുക. അവസാനം ഇത് എവിക്ഷൻ ഓർഡർ ചെയ്തു 11(2)(b)യിൽ. ആ 11(2)(b)യുടെ എവിക്ഷൻ എന്ന് പറയുന്ന എവിക്ഷൻ അല്ല ഓർഡർ ചെയ്യുന്നത്. അതിൽ പറയുന്നത് it found that much amount has been due towards arrears of rent. എന്നൊരു പീരീഡ് കൊടുക്കും. If the amount is not deposited within 30 days, കൃത്യമായ പീരീഡ് ഞാൻ വ്യക്തമായിട്ട് ഓർക്കുന്നില്ല, കുറെ വർഷങ്ങളായാലും തൊട്ടിട്ടതൊക്കെ. അതൊക്കെ നമ്മൾ മുനിസിപ്പാലിറ്റിക്കുമ്പോഴാണ് റെന്റ് കൺട്രോളിൻ്റെതും പിന്നെ അപ്പീല് കേട്ടിട്ടുണ്ട്. ഇപ്പൊ ഒരുപാട് നാളായല്ലോ, ഇപ്പൊ നമ്മൾ റിട്ടയർ ആയിട്ട് തന്നെ 10 കൊല്ലം കഴിഞ്ഞു. ഞാൻ നോക്കിയില്ല. അപ്പൊ ഒരു പീരീഡ് പറയുന്നുണ്ട്, നമ്മൾ ആ ഓർഡറിൽ പറയും എന്താണ്, unless the amount is not deposited, this amount is not deposited, the landlord is permitted to execute the order on. He shall put the landlord in possession എന്നുള്ളതാണ്. അപ്പോഴ് 11(2)(b) പ്രകാരം കോടതിയിലെ റെന്റ് കൺട്രോൾ ആക്ട് പ്രകാരം കേസ് കൊടുക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ആ എമൗണ്ട് റിലീസ് ചെയ്യാൻ വേണ്ടിയല്ല. എന്ന് പറയാൻ കാരണം, ഈ എമൗണ്ട് അയാൾ കൊടുത്തില്ല എന്ന് വിചാരിക്കുക, കെട്ടിവെച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? കെട്ടിവെച്ചില്ലെങ്കിൽ ഇറ്റ് ക്യാൻ ബി എക്സിക്യൂട്ടഡ് മീൻസ് എന്താണ്? ദി ലാൻഡ്ലോർഡ് ക്യാൻ ബി പുട്ട് ഇൻ പൊസഷൻ ഓഫ് ദി പ്രോപ്പർട്ടി. അയാൾ ഒഴിവാക്കിയിട്ട് കൊടുക്കാം. അപ്പോഴേ ദി ഡിക്രി വിൽ ബി റിമെയിൻ ദെയർ. ഈ ഓർഡർ ദാറ്റ് മീൻസ് അരിയേഴ്സ് ഓഫ് റെന്റ് ഈസ് ദെയർ എന്നുള്ളത്, ദിസ് ഓർഡർ കാനോട്ട് ബി എക്സിക്യൂട്ടഡ് ഫോർ റിയലൈസേഷൻ ഓഫ് ദി എമൗണ്ട്. ഫോർ ദാറ്റ് ഹി ഹാസ് ടു ഫയൽ എ സിവിൽ സൂട്ട്. അത് ഈടാക്കി എടുക്കണം, വേറെ സിവിൽ സൂട്ട് കൊടുക്കണം, കോർട്ട് ഫീസ് അടച്ച് സിവിൽ സൂട്ട് കൊടുക്കണം. അപ്പോഴ് അങ്ങനെ വിധിയായാൽ തന്നെ the lessee is getting chance to deposit the amount. When the amount is deposited, the order automatically goes. Order of eviction automatically goes. ആ ഒരു പ്രൊവിഷൻ ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇത്ര മനസ്സിൽ വെച്ചിട്ടൊന്ന് വായിച്ചു. അനീഷ് ബാബു. Relief against the forfeiture of non-payment of rents.
Okay, sir. Section 11, Section 114, relief against forfeiture for non-payment of rent. Where a lease of immovable property has been determined by forfeiture for non-payment of rent, and lessor sues to eject the lessee if at the hearing of the suit, the lessee pays or tenders to the lessor the rent in arrears, together with interest thereon, and his full cost of the suit, or gives such a security as the court thinks sufficient for making such payment within 15 days, the court may, in lieu of making a decree for ejectment, pass an order relieving the lessee against the forfeiture, and thereupon the lessee shall hold the property leased as if the forfeiture had not occurred. അതാണ് ഈ പറയുന്നത്. ഇതിലെന്ന് പറയുമ്പോഴത്തേക്ക് റെന്റ് കൺട്രോൾ ആക്ടിൽ നിന്ന് മാറി. ഇപ്പൊ നമ്മള് ഈ ലീസിന്റെ പരിധിയിലല്ലേ റെന്റ് കൺട്രോൾ ആക്ട്, അതെടുത്ത് മാറ്റി പ്രത്യേകം ആയതുകൊണ്ടാണ് ഞാൻ ആ പ്രൊവിഷൻ അതിനകത്തുള്ളത്. അന്ന് റെന്റ് കൺട്രോൾ ആക്ട് പ്രൊവിഷൻ ഇല്ലായിരുന്നു. നേരത്തെ ഇതിൽ തന്നെ ആയിരുന്നല്ലേ. ക്വിറ്റ് നോട്ടീസ് 106 പ്രകാരം ക്വിറ്റ് നോട്ടീസ് കൊടുക്കും. ക്വിറ്റ് നോട്ടീസ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാല് ഇത് മാറി അയാളെ മാറുതലേക്ക് ഇരിക്കാൻ ഫയല് സ്യൂട്ടാണ്. അങ്ങനെ സൂട്ട് കൊടുത്ത സൂട്ട് പെൻഡിങ് ആയിരിക്കുമ്പോഴത്തേക്ക് ഇവൻ ഇത് ഡിഗ്രി ആയതിനു ശേഷമല്ല, ഇതൊന്നും ഡിഗ്രി ആയി. ഇപ്പൊ സൂട്ടായാലും ഡിഗ്രി ആയാൽ പോയി, പിന്നെ ഡിഗ്രി ആയി എക്സിക്യൂട്ട് ചെയ്യാനേ പറ്റൂ. അതാണ് ആ സൂട്ട് പെൻഡിങ് ആയിരിക്കുമ്പോൾ തന്നെ ഉള്ള ഒരു പ്രൊവിഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇത് വായിച്ചാൽ മനസ്സിലാകുന്നേ ഉള്ളൂ. നേരത്തെ പൈസ കെട്ടിവെച്ചാൽ അതിന്റെ കോസ്റ്റ് ആയിട്ട് കെട്ടിവെച്ചാൽ സൂട്ട് അങ്ങ് പോകും. അത് ഇൻ ലിയോ ഓഫ് പാസിംഗ് ആൻഡ് ഡിഗ്രി ഓഫ് ഇജക്ട്മെന്റ് എന്ന് പറയുന്നത് എമൗണ്ട് ഇസ് ഡെപ്പോസിറ്റഡ്. അപ്പൊ ഇൻ ലിയോ ഓഫ് മേക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻ ലിയോ ഓഫ് മേക്കിംഗ് എ ഡിഗ്രി ഫോർ ഇജക്ട്മെന്റ് എന്ന് പറയുന്നതാണ് ഇൻ ദ പ്ലേസ് ഓഫ് പാസിംഗ് എ ഡിഗ്രി ഓഫ് ഇജക്ട്മെന്റ്. അതിന് പകരമായിട്ട് എന്താണ്? പാസ് ആൻ ഓർഡർ റിലീവിംഗ് ദ ലെസി അഗൻസ്റ്റ് ദ ഫോർഫീച്ചർ. അയാൾക്കൊരു റിലീവിംഗ് എന്താണ്? അയാള് ആ ബാധ്യത അയാൾ ഒഴിവാക്കുകയാണ് ഫോർഫീച്ചർ എന്ന് കോടതിക്ക് തിരിച്ചതാണ്. അത് അങ്ങനെയും അങ്ങനെയും വരാം. ഒരു ഒബ്ജക്റ്റ് ടൈപ്പ് ചോദിക്കാൻ ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യാൻ പറ്റുന്നതാണ്. In a suit for non-payment of rent during the pendency of the suit, the forfeiture can be avoided by depositing the rent arrears of rent cost so and so. B പിന്നെ വേറെ എന്തെങ്കിലും പറഞ്ഞാൽ മതിയല്ലോ. വേറെ കറക്റ്റ് ആൻസർ അതാണ്. ബി ബൈ സീക്കിംഗ് ടൈം. അതിൽ സെക്യൂരിറ്റി വെച്ചാൽ മതി എന്നാണ്. ഇപ്പൊ എമൗണ്ട് കെട്ടിവെക്കാൻ വഴിയില്ല, വേറെ വഴിയുന്നുണ്ട്. അതാണ് full cost of the suit or gives such a security as the court thinks sufficient for making such payment within 15 days. അത് ആണ് ആ സെക്യൂരിറ്റി കെട്ടി വെച്ചാൽ മതി. The lessee pays or tendares the lessor the rent in arrear together with interest thereon and is with the full cost of the suit or gives security ആണ് 15 days പറയുന്നത്. At the hearing of the suit the lessee pays കൊടുക്കുകയാണ്. or tenders എന്ന് പറഞ്ഞാൽ എന്താണ്? പൈസ എന്ന് പറയുന്നത് നേരിട്ട് കൊടുക്കുകയാണ്, അയാൾ വാങ്ങുന്നു. അല്ലെ ടെൻഡർ എന്ന് പറയുന്നതാണ്. ടെൻഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈസ് എക്സ്പ്രസിംഗ് ഹിസ് വില്ലിംഗ്നെസ് ടു പേ. അതാണ് ടെൻഡറിംഗ് ദി എമൗണ്ട്. അതാണ് അതായത് പൈസ ഉണ്ട്, ഐ ആം റെഡി ടു പേ ദി എമൗണ്ട്. ദാറ്റ് ഈസ് ടെൻഡറിംഗ്. അത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ഈ സാമ്പത്തിക പ്രശ്നം വരുന്നതുകൊണ്ടാണ് അതിനൊരു റിലീഫ് കൊടുക്കുന്നത്. ഡിഗ്രി അതല്ല അതായത് വാക്കണ്ടല്ലോ. ഇൻ ലിയോ ഓഫ് മേക്കിംഗ് എ ഡിഗ്രി ഫോർ ഇജക്ട്മെന്റ്, ഇൻ ലിയോ ഓഫ് ഇഷ്യൂയിങ് സമൺസ് വാറണ്ട് മേ ബി ഇഷ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? സമൺസിന് പകരമായിട്ട് വാറണ്ട് അയക്കുക. അപ്പൊ സമൺസ് അല്ല അയക്കുന്നത്. ഇൻ ലിയോ ഓഫ് മേക്കിംഗ് എ ഡിഗ്രി ഫോർ ഇജക്ട്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഇജക്ട്മെന്റ് ഡിഗ്രിയാണ് ആ സമയത്ത് അവിടെ കൊടുക്കേണ്ടത്. അരിയേഴ്സ് ഓഫ് റെന്റ് വരുന്നത്. അത് കൊടുക്കുന്നതിന് പകരമായിട്ട് അത് കോടതി കണ്ടു കഴിഞ്ഞാൽ അരിയർ ഉണ്ടെന്ന്, അതുകൊണ്ടാണല്ലോ കോടതി കൊടുക്കുന്നത്, സെക്യൂരിറ്റി വെക്കുന്നതും ഒക്കെ. മനസ്സിലായില്ലേ? അപ്പൊ കോസ് ഓഫ് ആക്ഷൻ ഉണ്ട്. അയാൾക്ക് ഈ സെറ്റിൽഡ് ഗെറ്റ് ഡിഗ്രി. അപ്പൊ ഇടയ്ക്ക് വെച്ചിട്ട് ഇത് കോംപ്രമൈസ് ആകുകയല്ല. അങ്ങനെ പ്രൊവിഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റെന്റ് കൺട്രോൾ ആക്ട് ഇച്ചിരുടെ he is getting opportunity to remit the amount before court. Then the order goes. അതാണ് ഇവിടെ കേസ് തന്നെ കെട്ടിവെക്കുകയാണ്.
രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്ന് കെട്ടി വെക്കുക, അല്ലെങ്കിൽ എന്താണ് സെക്യൂരിറ്റി ഫർണിഷ് ചെയ്യുക, കോടതി നിശ്ചയിക്കുന്ന അനുസരിച്ച്. അപ്പൊ ഉറപ്പായല്ലോ, അതിനു വേണ്ടിയുള്ള കാര്യം. എന്തുകൊണ്ടാണ് ഈ കടകൾ വാടകയ്ക്ക് എടുക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് അവന്റെ ജീവിതമാർഗമാണത്. കടകൾ കൊടുക്കാൻ കഴിവുള്ളതെന്ന് പറഞ്ഞാൽ അവരെപ്പോഴും ഇവരെക്കാളും സമ്പത്തും കാര്യങ്ങളുള്ളവരായിരിക്കുമല്ലോ. അതുകൊണ്ട് മനസ്സിലായില്ലേ? അപ്പൊ ഒരുത്തന്നെ അതിന്റെ ഒരു കട ഒരു സ്ഥലത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നതിന് അവന്റെ റെപ്യൂട്ടേഷൻ ഉണ്ട് അല്ലേ, ആ ഭാഗത്തെ. അതിനൊരു പേരുണ്ട്, എന്താണ് നമ്മൾ ഈ ഇതിന്റെ പെട്ടെന്നൊരു വാക്ക് വിട്ടുപോയി, ഗുഡ്വിൽ. ഒരു കട, അത് സാധനം വാങ്ങാൻ വരുന്നത് എത്ര നാളുകൊണ്ടായിരിക്കും ഒരു കട ഒരു കച്ചവടം ഫ്ലറിഷ് ചെയ്ത് വരുന്നത്. അതിൽ കച്ചവടക്കാരെ ഒരു സാധനം വാങ്ങാൻ വരുന്നവർ, അങ്ങനെ ഒരു ബന്ധവും കാര്യങ്ങളും, അങ്ങനെ ഒരു ഗുഡ്വില്ലുണ്ട്. അവന്റെ കട അരീസ് ഓഫ് റെന്റ് കൊണ്ട് ഇല്ലാതായി പോയി അവൻ ഇവിടെ നിന്ന് വേറെ എടുത്തിട്ട് പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു കാര്യങ്ങൾ എപ്പോഴും ഇറ്റ് ഈസ് എ ഹെൽപ്പിംഗ് ഹാൻഡ് എക്സ്റ്റെൻഡഡ് ടു ദി ജേർണി. ഇനി ഏതാണ് അടുത്തത്? 114A. 140. അടുത്തെന്ന് പറഞ്ഞാല് 114A വേറെ രീതിയിലുള്ളതാണ്. അത് പഠിക്കാൻ എളുപ്പമുണ്ട്. എങ്ങനെയാണ്? വേറെ ലീസ് ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഹാസ് ഡിറ്റർമിൻഡ് ബൈ ഫോർഫീച്ചർ ഓഫ്, എന്തിനാണ് അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്, ഫോർഫീച്ചർ ഓഫ് എ ബ്രീച്ച് ഓഫ് ആൻ എക്സ്പ്രസ് കണ്ടീഷൻ വിച്ച് പ്രൊവൈഡ്സ് ദാറ്റ് ഓൺ ബ്രീച്ച് തിയറോഫ് ദ ലെസർ മേ റീഎന്റർ. അതാണ് ഒരു എക്സ്പ്രസ് കണ്ടീഷൻ, ബ്രീച്ച് ഓഫ് ആൻ എക്സ്പ്രസ്. അതിനകത്ത് പറയുന്നതായിരിക്കുക കറണ്ട് ചാർജ് ഇയാളെന്ന് കൊടുത്തിരിക്കണം, ലെസ്സി തന്നെ കൊടുത്തിരിക്കണം എന്ന് പറയുക. അല്ലെങ്കിൽ ഈ ഭൂമിയുടെ കരങ്ങള് ഗവൺമെന്റിലേക്ക് കരങ്ങൾ ഇത് കൈവശിരിക്കുന്നത് ഇയാൾ തന്നെ കൊടുത്തിരിക്കണം എന്ന് പറയുക. അല്ലെങ്കിൽ ഇതിന്റെ വർഷാവർഷം അതിന്റെ മെയിൻ്റനൻസ് അയാളെ ചില നടത്തിയിരിക്കണം എന്ന് പറയുക. അങ്ങനെ കുറെ കണ്ടീഷൻ ഉണ്ടെന്ന് വിചാരിക്കാൻ. എക്സ്പ്രസ് കണ്ടീഷൻ, കണ്ടീഷൻ ആണ് കണ്ടീഷൻ ടു ബി കംപ്ലൈഡ് ബൈ ദ ലെസ്സി. when the condition has not been complied, അങ്ങനെ വന്നാൽ എന്ത് ചെയ്യും? എ ബ്രീച്ച് ഓഫ് കവനന്റ് ഈസ് there, ഇല്ലേ? അങ്ങനെ വന്നാല് എന്താണ് അതിന്റെ വഴി? അങ്ങനെ വന്നാല് ലെസർക്ക് നേരെയാണ് ബ്രീച്ച് ഓഫ് കണ്ടീഷൻ ഓടി അങ്ങോട്ട് കയറാൻ റീഎൻട്രി പറ്റില്ല. അപ്പോൾ ഒന്ന് ഇത് റെക്ടിഫൈ ചെയ്യാൻ പറ്റുമെങ്കിൽ ഹി ഷുഡ് ബി ഗിവൺ ഓപ്പർച്യൂണിറ്റി ടു റെക്ടിഫൈ ഇറ്റ്, കംപ്ലൈന്റ്. അങ്ങനെ കംപ്ലൈന്റ് ചെയ്യാൻ കൊടുത്ത് അത് ചെയ്തില്ലെങ്കിൽ മാത്രമേ എന്താണ് ആ ഫോർഫീച്ചർ നിലവിൽ വരുന്നുള്ളൂ. അതാണ് 114. അതൊരു ബ്രീച്ച് ഓഫ് കണ്ടീഷൻ്റെ ആണ്. അതായത് അത് നോക്കിക്കോളൂ. When a lease of immovable property has determined by forfeiture, എങ്ങനെയാണ് ഡിറ്റർമിൻ ചെയ്യുക ഫോർഫീച്ചർ വരുന്നത്? For breach of an express condition which provides that എന്താണ് on breach thereof the lesser may re-enter. അതാണ് അതിന്റെ ബ്രീച്ച് ആണ്. ലെസർക്ക് കൈവശം എടുക്കാം. No suit for ejectment shall lie unless and until the lesser has served on the lessee a notice in writing. ഒന്നാമത്തെ കണ്ടീഷൻ ആണ്. സ്പെസിഫൈങ് ദ പർട്ടിക്കുലർ ബ്രീച്ച് കംപ്ലൈന്റ്. എന്താണ് ബ്രീച്ച്? നിങ്ങൾ ഇന്നതാണ്, നിങ്ങളത് നിങ്ങൾ ഇന്ന ചെയ്തിട്ടില്ല, അവരുടെ കണ്ടീഷൻ വയലേഷൻ ഉണ്ട്. ആൻഡ് ഇത് ബ്രീച്ച് ഈസ് കേപ്പബിൾ ഓഫ് റെമഡി റിക്വയറിംഗ് ദ ലെസി ടു റെമഡി ദ ബ്രീച്ച്. അവനത് ആ ബ്രീച്ച് അവന് റെക്ടിഫൈ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അവന് റെക്ടിഫൈ ചെയ്യാൻ പറയണം. അങ്ങനെ ആൻഡ് ദ ലെസി ഫെയിൽസ് വിതിൻ എ റീസണബിൾ ടൈം ഫ്രം ദ ഡേറ്റ് ഓഫ് സർവീസ് ഓഫ് ദ നോട്ടീസ് ടു റെമഡി ദ ബ്രീച്ച് ഇഫ് ഇറ്റ് ഈസ് കേപ്പബിൾ ഓഫ് റെമഡി, അവന് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ മാത്രമേ അതാണ് എന്താണ് വരുന്നുള്ളത്, ഈ ഫോർഫീച്ചർ നിലയിൽ വരുന്നുള്ളൂ 114. എന്നിട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ പിന്നെ റീഎൻട്രി പറ്റൂ. അല്ലാതെ ബ്രീച്ച് ഓഫ് കണ്ടീഷൻ ഉണ്ടെന്ന് നേരെ സൂട്ട് കൊണ്ടുപോയാലും എന്ത് ചെയ്യും? ദ സൂട്ട് വിൽ ഫെയിൽ. എന്തുകൊണ്ടാണ്? ദീസ് ആർ ദ പ്രീ കണ്ടീഷൻസ് ടു ബി കംപ്ലൈഡ് ബൈ ദ ലെസർ ബിഫോർ ഇൻസ്റ്റിറ്റ്യൂട്ടിംഗ് എ സൂട്ട്. ദി ലെസി ഷുഡ് ബി specifically warned about what was the breach he has committed. Then he should be given an opportunity to rectify it. If it is, it can be at least possible to rectify from himself.
and sufficient opportunity has to be given. അങ്ങനെ ഫെയിൽ ചെയ്തെങ്കിൽ മാത്രമേ he is getting the cause of action to file a suit. ഒരു exception, nothing in this section shall apply to an express condition against the assigning, underletting, parting with the possession or disposing of the property leased, or to an express condition related to forfeiture in case of non-payment of rents. ഇത്രയും പക്ഷേ ഇതൊക്കെ ഇതിൽ എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഈ കണ്ടീഷൻ ഏതൊക്കെയാണ്? നത്തിങ് ഇൻ ദിസ് സെക്ഷൻ ഷാൽ അപ്ലൈ ടു ആൻ എക്സ്പ്രസ് കണ്ടീഷൻ അഗൈൻസ്റ്റ് അസൈനിങ്. നിങ്ങൾ ഈ ലീസ്റ്റ് പ്രോപ്പർട്ടി വേറൊരാളിന് അസൈൻ ചെയ്യാൻ പാടില്ല, സബ്ലെറ്റ് ചെയ്യാൻ പാടില്ല, പൊസഷൻ വേറെ ആൾ കൊടുക്കാൻ പാടില്ല, ഇത് ഡിസ്പോസ് ചെയ്യാൻ പാടില്ല. അതൊക്കെ കണ്ടീഷൻ വയലേഷൻ ആണല്ലോ. Or to an express condition related to the forfeiture in case of non-payment of rent. റെന്റ് ഇല്ലെങ്കിൽ ഫോർഫീറ്റ് ചെയ്യും എന്നുള്ളത്. അതിനൊന്നിനും ഇങ്ങനെ നോട്ടീസ് കൊടുത്തിട്ട് അത് കറക്റ്റ് ചെയ്യാൻ പറയണ്ട. അപ്പൊ റെന്റിന്റെ കാര്യത്തിലാണെങ്കിൽ നോട്ടീസ് കൊടുത്ത് കറക്റ്റ് ചെയ്യാൻ പറയണ്ട, അതാ പറയുന്നത്. അതെന്തുകൊണ്ടാണ്? അത് സൂട്ട് വരില്ലാതെ തന്നെ ആ സൂട്ടിൽ തന്നെ ഇതിലോട്ട് റെന്റ് കെട്ടി വെച്ചാൽ മതി. അത് ഇത്രയാണ് എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതും ചോദിക്കാൻ പറ്റുന്നതാണ്. ഇതെല്ലാം നമ്മൾ കിടന്ന് വായ കളിക്കുന്ന എല്ലാം 4, 5, 5 ഒന്നുകൂടെ പറയാമോ സാർ? ഏതാണ് ലാസ്റ്റ് പറഞ്ഞ ഒന്ന് പറയാമോ? അത് മനസ്സിലായില്ല. അതെന്ന് പറഞ്ഞാല് ഇപ്പോഴും ഫോർഫീച്ചർ ഓഫ് എ കണ്ടീഷൻ ലീസ് ഡീലർ ടേംസ് ഉണ്ടെന്ന് വിചാരിക്കുക. സച്ച് ആൻഡ് സച്ച് കണ്ടീഷൻസ് ടു ബി കംപ്ലൈഡ് ബൈ ദ ലെസി is not complied, the lease will be treated as forfeited. അങ്ങനെ ഫോർഫീറ്റ് ചെയ്യൽ എന്ത് ചെയ്യും? The lessor is getting the right to re-enter the property, അല്ലേ? Or he is getting the right to file a suit for eviction പറയുന്നുണ്ട്. ആ കണ്ടീഷൻ എങ്ങനെയുള്ള കണ്ടീഷൻ ആയിരിക്കണം? ഈ നത്തിങ് ലാസ്റ്റ് പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ ഒഴിച്ചുള്ള കണ്ടീഷൻ ആയിരിക്കണം. അത് എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത് ഏത് കണ്ടീഷനാണെന്ന് എന്തും ആകാം. നമ്മൾ വിഷ്വലൈസ് ചെയ്യണേ നേരത്തെ 1-2 കാര്യങ്ങൾ പറഞ്ഞു. അതിലിപ്പോ നിങ്ങൾ റിപ്പയർ ചെയ്തിരിക്കണം, അതങ്ങനെയൊക്കെ ഞാൻ എൻ്റെ ഒരു ഇതിൽ വെച്ച് പറഞ്ഞാണ്. അങ്ങനെയുള്ള കണ്ടീഷനുകള്, ഈ ലാസ്റ്റ് പറഞ്ഞിരിക്കുന്ന അല്ലാത്ത കണ്ടീഷനുകള്, അത് അയാൾ വയലേറ്റ് ചെയ്താൽ ഫോർഫീറ്റ് അത് ആ കണ്ടീഷൻ കംപ്ലൈ ചെയ്യാത്ത ഫോർഫീച്ചർ ആകും. പക്ഷെ ഫോർഫീച്ചർ ആകുന്നു എന്നുള്ളത് കൊണ്ട് ഇയാൾക്ക് എവിക്ട് ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? അതിന് 2-3 പ്രീ കണ്ടീഷൻ ഉണ്ട് അങ്ങനെ കേസിന് പോകുന്നതിന് മുമ്പായിട്ട്. ഏതാണ്? 1, നോട്ടീസ് കൊടുക്കണം അയാൾക്ക് ഏത് കണ്ടീഷനാണ് നിങ്ങൾ വയലേറ്റ് ചെയ്തിരിക്കുന്നത്. 2, അയാൾക്ക് സഫിഷ്യന്റ് ഓപ്പർച്യൂണിറ്റി കൊടുക്കണം അത് റെക്ടിഫൈ ചെയ്യുന്നതിന് വേണ്ടി. പക്ഷേ ഈ ലീസ് അഗ്രിമെന്റില് ഈ ലീസ്ഡ് പ്രോപ്പർട്ടി വേറെ ആളിന് കൈവശം കൊടുക്കാൻ പാടില്ല, അതൊരു കണ്ടീഷനാണ്. നിങ്ങൾ സബ്ലെറ്റ് ചെയ്യാൻ പാടില്ല, അതൊരു കണ്ടീഷനാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഇത് വാടക കുടിശ്ശിക വരുത്താൻ പാടില്ല, അതൊരു കണ്ടീഷനാണ്, ഇല്ലേ? അങ്ങനെയുള്ള കണ്ടീഷൻ വയലേറ്റ് ചെയ്താല് ഈ നോട്ടീസ് കൊടുത്തിട്ട് റെക്ടിഫൈ ചെയ്യാൻ പറയേണ്ട ആവശ്യമില്ല. അതൊക്കെ എക്സ്ക്ലൂഡ് ചെയ്ത് വാടക കൊടുത്ത് വന്നില്ലെങ്കിൽ എന്ത് ചെയ്യാം? നിങ്ങൾ എന്നെ മറ്റു സാധാരണ രീതിയിൽ നിങ്ങൾ ഇവിടെ എവിക്ഷൻ സൂട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ തന്നെ അവന് വാടക ഇട്ട് വെച്ചാൽ അതങ്ങ് പോകും. മറ്റുള്ളതൊക്കെ എന്താണ്? ഇപ്പൊ അവന് വേറൊരു കൈവശക്കാരന് കൊടുത്തു, സബ്ലെറ്റ് ചെയ്തു, വേറെ തന്നെ അത് വസ്തു വെച്ച്, അതൊക്കെ എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊക്കെ റെക്ടിഫൈ ചെയ്യാൻ പറ്റുന്ന രീതി വെച്ചെന്നല്ല. അതൊക്കെ that is in violation of the terms, that the entitlement of the lessor to file a suit is originated by virtue of that violation of that condition. And notice that those conditions, those violation of these conditions are not the ones which can be rectified. And rectified അല്ലാത്തതുകൊണ്ട് no notice need be issued to that. He can initiate proceedings under law for evicting him if he wishes. സംശയം മാറിയോ സാർ? അത് സബ്ലീസ് കൊടുത്താൽ അത് റെക്ടിഫൈ ചെയ്യാൻ പറ്റൂലേ? അങ്ങനെ കൊടുക്കരുതെന്ന് പറഞ്ഞോണ്ടല്ലേ. നിങ്ങൾ സബ്ലെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ കണ്ടീഷൻ അതനുസരിച്ച് പോകും. സബ്ലെറ്റ് ചെയ്യരുത് എന്നുണ്ടായാലും ബ്രീച്ച് വരുമ്പോൾ അപ്പോഴല്ലേ ഉള്ളൂ. Nothing in this section apply to an express condition against the assigning, against underletting, against parting person, against എന്നല്ലേ പറയുന്നത്. ഓക്കെ സാർ, ചെയ്യരുതെന്ന് പറയണേ. അങ്ങനെയല്ലേ ബ്രീച്ച് വരുന്നുള്ളൂ. മനസ്സിലായില്ലേ? ചിലത് സബ്ജക്റ്റ് ചെയ്യാൻ പറയുന്നുണ്ട്, അത് കുഴപ്പമില്ല, അത് ചെയ്യാമല്ലോ അവന്. അങ്ങനെ ഇത് കൊടുക്കരുതെന്ന് പറഞ്ഞാല് അത് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടീഷൻ വയലേഷൻ ആയില്ലേ? ആ കണ്ടീഷൻ അങ്ങനെയുള്ളതൊന്നും
അങ്ങനെയുള്ളതൊന്നും ന്യായീകരിക്കാൻ പറ്റുന്നതല്ല. നോട്ടീസ് അയച്ചിട്ട് അയാളെ കൊണ്ട് റെക്ടിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. ഇൻ വയലേഷൻ ഓഫ് സെസ് കണ്ടീഷൻസ്, വയലേഷൻ വരുന്ന എപ്പോഴാണ്? അത് പറയുന്നതിന് എതിരായിട്ട് പ്രവർത്തിക്കുമ്പോഴല്ലേ ഉള്ളൂ. നിങ്ങൾ സബ്മിറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ പിന്നെ വയലേഷൻ വരുന്നില്ലല്ലോ. ഓക്കെ, മനസ്സിലായോ? സംശയമില്ലല്ലോ. മനസ്സിലായി സർ. ഇതാണ് 115. Effect of surrender of and forfeiture on under leases. ചോദിക്കാനുള്ള ഇതൊന്നും വരുന്നതല്ല, കറങ്ങി തിരിഞ്ഞൊക്കെ പോകുന്ന കാര്യങ്ങളാണ്. എന്നാലും ഞാൻ പറഞ്ഞേക്കാത്, കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞില്ലെന്ന് തോന്നല്ലേ. ഇഫക്റ്റ് ഓഫ് ഹോൾഡിംഗ് ഓവർ നോക്കിക്കോളൂ, അത് ചോദിക്കാൻ പറ്റുന്നതാണ്. ഇഫ് എ ലെസി ഓർ അണ്ടർ ലെസി ഓർ പ്രോപ്പർട്ടി, അണ്ടർ ലെസി എന്ന് പറയുമ്പോൾ അത് അതില് ടേംസിൽ സബ്ലെറ്റ് പറഞ്ഞിട്ടുള്ളതാണ്. അതാണ് ഇഫ് എ ലെസി ഓർ അണ്ടർ ലെസി ഓർ പ്രോപ്പർട്ടി റിമെയിൻസ് ഇൻ പൊസിഷൻ thereof after the determination of the lease granted to the lessee. അതാണ് ശേഷം കൈവശിരിക്കുന്നു. And the lesser or his legal representative accepts rent from the lessee or under lessee. ഞാൻ പറഞ്ഞതാണ് കഴിഞ്ഞ പ്രാവശ്യം. Or otherwise essentially is continuing in possession. The lease is in the absence of an agreement to the contrary renewed from year to year or from month to month according to the purpose for which the property is leased as specified in section 106. അത് അഗ്രികൾച്ചർ പർപ്പസിനോ അല്ലെങ്കിൽ മറ്റു വ്യവസായ കാര്യത്തിനോ കൊടുത്താണെങ്കിൽ ഇയർ ടു ഇയർ അല്ലേ, അതിന് 6 months നോട്ടീസ് ആണല്ലോ. മറ്റേതിനൊക്കെ മന്ത് ടു മന്ത് അല്ലേ, 1 month നോട്ടീസ് അല്ലേ. അങ്ങനെയൊക്കെയുള്ള ആണെങ്കിൽ അത് ഹോൾഡിംഗ് ഓവർ തുറന്നുകൊണ്ടിരിക്കുന്നതായിട്ട് ഈ ഹോൾഡിംഗ് ഓവർ. എപ്പോഴത് ഹോൾഡിംഗ് ഓവർ വരുന്നതാണ്? In the lessor or his legal representative accepts rent from the lessee or under lessee. Effect of holding over അതാണ്. Even after the determination of the lease. വാടക വാങ്ങുന്നു കണ്ടുകൊണ്ടിരിക്കുന്നത് ഹോൾഡിംഗ് ഓവർ പഴയ എഗ്രിമെന്റ് പ്രകാരം അത് മുന്നോട്ട് കൊണ്ടുപോയിട്ടിരിക്കും. Illustration: A lets the house to B for 5 years. B underlets the house to C at a monthly rent of 100. The 5 years expire, but C continues in possession of the house and pays the rent to A. C's lease is renewed from month to month. A lets a farm to B for the life of C. C dies, but B continues in possession with A's assent. B's lease is renewed from year to year. അതങ്ങനെ പോയിക്കൊണ്ടിരിക്കും. എന്തുകൊണ്ടാണ്? റെന്റ് കൈപ്പറ്റിയത്. അതിന്റെ അർത്ഥം എന്താണ്? ഇത് lesser tells the lessee that this lease, the lease need not be terminated, but we can continue, this relationship can be maintained as is for the same terms and conditions. Exception ഞാൻ പറഞ്ഞ അഗ്രികൾച്ചർ പർപ്പസിനാണെങ്കിൽ ഇതൊന്നും ഈ ടേംസ് ഒന്നും ബാധകമല്ല. അല്ലെങ്കിൽ ഗവൺമെന്റ് നോട്ടിഫൈ ചെയ്യണം ഇതിൽ ഏത് ടേംസ് ആണ് ബാധകം എന്ന് പറയുന്നെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. ഇറ്റ് ഈസ് എക്സ്ക്ലൂഡഡ്. അപ്പൊ നമ്മള് ലീസിന്റെ കഴിഞ്ഞു. ഞാൻ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഇപ്പൊ സമയം എന്തായി? ഏഴര 8:23 അല്ലേ? ഒരെണ്ണം കൂടെ എടുക്ക. ചാർജ് സെക്ഷൻ 100 എടുത്തു. 100 ആർക്ക് വായിക്കാം? 100 പ്രധാനപ്പെട്ട സെക്ഷൻ ആണത്. ചാർജസ് 100 ആരെങ്കിലും അയാൾ വായിച്ചോളൂ എന്ന്.
എന്താ മനസ്സിലായി പറഞ്ഞേ? സിമ്പിൾ മോർഗേജ് അല്ലേ? സിമ്പിൾ മോർഗേജ്. അടുത്തത് ട്രസ്റ്റിന്റെ പറയുന്നുണ്ട്. എന്താണ്? അതാണ് കുഴപ്പമുണ്ട്. അതല്ല, നത്തിങ് ഇൻ ദിസ് സെക്ഷൻ. അത് ചാർജ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻ ടു വേസ് ഇറ്റ് ക്യാൻ ബി ക്രിയേറ്റഡ്. വൺ ഈസ് ബൈ ആക്ട് ഓഫ് പാർട്ടീസ്, അതർ ബൈ ഓപ്പറേഷൻ ഓഫ് ലോ അല്ലേ? ഇപ്പൊ ചാർജ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ക്രിയേഷൻ ഓഫ് എ ലീൻ അപ്പോൺ എ പ്രോപ്പർട്ടിയാണ് ചാർജ് എന്ന് പറയുന്നത്. ലീൻ, വാട്ട് ഈസ് ലീൻ? ഫോർ റിയലൈസേഷൻ ഓഫ് ആൻ എമൗണ്ട് അല്ലേ? അതിനു വേണ്ടി ഒരു ചാർജ് ക്രിയേറ്റ് ചെയ്യണം അപ്പോൺ ദ പ്രോപ്പർട്ടി. അപ്പൊ അതിന്റെ പ്രോപ്പർട്ടിയിലെ ചാർജ് രണ്ടു തരമുണ്ട്. ഇറ്റ് ഇസ് ചാർജ് സ്റ്റാറ്റ്യൂട്ടറിലി ചാർജ് ക്രിയേറ്റഡ് ആൻഡ് ചാർജ് ക്രിയേറ്റഡ് ബൈ ആക്ട് ഓഫ് പാർട്ടീസ്. അതാണ് where removal property of one person is by act of parties or operation of law. അതാണ് made security for the payment of money to another. ഇതിൽ ഓപ്പറേഷൻ ഓഫ് ലോ ഏതാണ്? നിങ്ങൾ സെക്ഷൻ 37 എടുത്ത് നോക്കുള്ളൂ. എടുത്തോ? അഡ്വക്കേറ്റ് സുജിന 39 വായിച്ചതെന്ന്. Section 39, transfer where third person is entitled to maintenance. Where a third person has a right to receive maintenance. ഈ സെക്ഷൻ വക്കീലന്മാരൊക്കെ അറിഞ്ഞിരിക്കുന്ന സെക്ഷനാണ് 39. Where a third person has a right to receive maintenance, a provision for advancement or marriage from the profits of immovable property, or a provision for advancement of marriage from the property from the profits of immovable property, and such property is transferred. The right may be enforced against the transferee if he has notice thereof, or if the transfer is gratuitous, but not against a transferee for consideration and without notice of the right, nor against such property in his hands. അതാണ് ഇപ്പൊ നമ്മൾ ഫാമിലി കോടതിയിലൊക്കെ ഈ സ്ഥിരം നടക്കുന്ന കാര്യമാണത്. ഈ ഭാര്യയും ഭർത്താവും വഴക്കുണ്ടാക്കി പ്രശ്നങ്ങളോ ഒരു മധ്യസ്ഥയും കാര്യങ്ങളൊക്കെ കണക്കുപെടുത്ത് എന്തെടുക്കുമെന്ന് അറിയാമോ? ഇയാളെ വേണ്ടി വസ്തു എല്ലാം കൂടെ മാറ്റി പെങ്ങൾക്കും ആരെങ്കിലും എഴുതിയും കൊടുക്കും. ഒരു വിലയാതിരെന്ന് പറഞ്ഞാൽ എഴുതിയും കൊടുക്കും. തെറ്റായ നിയമോപദേശമാണത്. വക്കീലിനെ കാണുമ്പോൾ കൊടുത്തേരെ എന്താണ് സാധാരണ ഒരു പ്രോപ്പർട്ടി നമ്മൾ സാധാരണ ഒരു റിലീസ് ചെയ്യണമെങ്കിൽ ഓർഡർ 54 നോട്ടീസ് അറ്റാച്ച് ചെയ്യണം. അപ്പോ ഇത് ലയബിലിറ്റി അപ്പോൺ ദ പ്രോപ്പർട്ടി വിൽ സ്റ്റാർട്ട്സ് ഓൺ ദ ഡേറ്റ് ഓഫ് അറ്റാച്ച്മെന്റ് ഓഫ് ദ പ്രോപ്പർട്ടി ഉള്ളി. അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാല് ഓർഡർ 21 അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാല് പിന്നെ അത് പ്രൊക്ലമേഷൻ, പിന്നാണ് സെയിൽ വെച്ച് കൊണ്ടുപോകുന്നത് അല്ലേ? When the property is attached, the property is dragging to this particular case to realize the amount. അവിടെ അന്നുപോലാണ് വരുന്നത്. അപ്പോൾ when a charge is there, statutory charge is there. പക്ഷെ the charge is there between the act of parties അല്ലേ വരുന്നില്ല. Statutory charge is there. A separate attachment is not required. Because എന്താണ്? The property, for realization of the amount by the statute itself, the liability, a lien has been established there. ചാർജ് അറ്റാച്ച്മെന്റ് അർത്ഥം എന്താണ്? അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയാണ്? ഇതിലേക്ക് ഈ എമൗണ്ടിന് വേണ്ടി പ്രോപ്പർട്ടി ലൈബിൾ ആണ് എന്ന് കാണിക്കുന്നതാണ്. ഇത് സ്റ്റാറ്റ്യൂട്ടറി ചാർജ് ആണ്. സ്റ്റാറ്റ്യൂട്ട് ഇറ്റ്സെൽഫ് സച്ച് ചാർജ് ഹാസ് ബീൻ ഇമ്പോസ്ഡ്.
അങ്ങനെയുള്ള വരുമ്പോഴത്തേക്ക് എന്താണ് സെപ്പറേറ്റ് അറ്റാച്ച്മെന്റ് ഈസ് നോട്ട് റിക്വയർഡ്. ഇതില് if a property, if a woman is entitled to get maintenance from the property, or her sons are entitled to get maintenance, or from the property, the provision, the amount for the marriage expenses has to be taken from the property. In such a situation, to defeat that, when the property is transferred to another person, about the statutory charge is created under section 39. About when this property is transferred to another third person, this charge runs with the land, provided the third person has purchased the property bona fide, that without bona fide or without notice of this liability. ഇങ്ങനെ പെങ്ങളുണ്ടെന്നോ അല്ലെങ്കിൽ ലൈബിലിറ്റി ഉണ്ടെന്നോ ഇങ്ങനെ ഇവരിങ്ങനെ ഈ മെയിൻ്റനൻസ് ഇങ്ങനെ ഉണ്ടെന്നോ ആളുണ്ടെന്നോ നിയമം അറിഞ്ഞിടാത്തതല്ല, ഇങ്ങനെ അവർക്ക് റൈറ്റ് ഉണ്ടെന്ന് ഈ ആളവിടെ ഉണ്ടോ എന്നുള്ള അറിയാതെ വിത്തൗട്ട് നോട്ടീസ് ഓഫ് ദാറ്റ് if he has purchased the property, or he has അങ്ങനെയാണെങ്കിൽ that is protected, bona fide purchase. അല്ലെങ്കിൽ എന്താണ് വിത്ത് നോട്ടീസ്, അല്ലെങ്കിൽ ഹീസ് എ ഗ്രാറ്റുഷ്യസ് ട്രാൻസ്ഫർ കൊന്ന കളിയനൊക്കെ എഴുതി വെക്കും. അങ്ങനെ എന്തെങ്കിലും ദ പ്രോപ്പർട്ടി ഈസ് ലയബിൾ. വിത്ത് നോട്ടീസ് ആണെങ്കിലോ പൈസ കൊടുത്തിട്ട് വാങ്ങണം. വിത്ത് നോട്ടീസ് ആണെങ്കിലോ എന്താണ് ദ പ്രോപ്പർട്ടി ഈസ് ലയബിൾ. അപ്പൊ സ്റ്റാറ്റ്യൂട്ടറി ചാർജ് ആണ് അല്ലേ. നിങ്ങൾ അതുപോലെ തന്നെ നിങ്ങൾ വേറെ എടുക്കാനാണെങ്കിൽ ഇത് സെക്ഷന് 55 എടുത്തോളൂ. 55(4). കണ്ടോ 55 എന്ന് പറഞ്ഞാൽ 54 സെയിലാണ്. സെയിലുമായിട്ട് വന്ന് 55(4). The seller is entitled. കണ്ടോ? സ്റ്റെഫി എന്ന് വായിച്ച സ്റ്റെഫി. The right of the seller. Seller is entitled. The seller is entitled to the rents and profits of the property till the ownership thereof passes to the buyer. നമ്മൾ പിന്നെ പഠിക്കാം. അടുത്ത ബി വായു. B, where the ownership of the property has passed to the buyer before payment of the whole of the purchase money to a charge upon the property. സാർ ഞാൻ വായിക്കുമ്പോൾ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടോ? എനിക്ക് എക്കോ അടിക്കുന്നുണ്ട്. ഇവിടെ അടിക്കുന്നില്ല, വായിച്ചു പറഞ്ഞു. അങ്ങനെ വേറെ അടിക്കണ്ട, വായിച്ചാൽ മതി. Okay, where the ownership of the property has passed to the buyer before payment of the whole of the purchase money to a charge upon the property in the hands of the buyer. അത്രയും മതി. അതെ, അപ്പാണ് നോക്കിക്കോളൂ. The seller is entitled. അപ്പൊ നിങ്ങൾ സെയിൽ എന്ന് വായിച്ചത് ബൈയില് സെയിൽ എന്താണ്? 54. Sale is a transfer of ownership in exchange for a price paid or promised or part paid and part promised. അപ്പൊ A sells the property to B. The sale consideration, entire sale consideration, and the payment of sale consideration is not a sine qua non of the execution of the sale deed, not an integral part. If the price, even if the price is not paid, the sale is valid. എന്താണ് പ്രൈസ് പ്രോമിസ്ഡ് ആയാൽ മതി. അതായത് പറഞ്ഞാൽ അത് പിന്നെ തന്നോളൂ, പാർട്ട് പേഡ് വളരെ കൊടുക്കാന്ന് പറഞ്ഞാലും മതി. അങ്ങനെ in such a condition a sale deed was happened to be executed, that is entire sale consideration has not been paid. In such a circumstance the seller is entitled. അങ്ങനെയാണ് വസ്തു വിറ്റവന് entitled B. ഈ 55(4) സ്റ്റെഫി വായിച്ചത് 55(4)B ഏതാണ്? The seller is entitled where the ownership of the property has passed to the buyer. അപ്പൊ സെയിൽ എന്ന് പറയുന്നത് എന്താണ്? ഓണർഷിപ്പ് ഈസ് ട്രാൻസ്ഫേർഡ് ആണ് അല്ലേ? ഓണർഷിപ്പാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് സെയിലില്. സെയിൽ ഈസ് എ ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് ആണ് ഇൻ എക്സ്ചേഞ്ച് ഫോർ എ പ്രൈസ് പെയ്ഡ്. അതാണ്. അപ്പൊ the seller is entitled where the ownership of the property has passed to the buyer before the payment of the whole of the purchase money. മൊത്തം എടുത്തില്ല, സെയിൽ എക്സിക്യൂട്ട് ചെയ്യും, പൊസഷനും എടുത്ത് എല്ലാം എടുത്ത്. എന്താണ് വാട്ട് ഈസ് റെമഡി അവൈലബിൾ ടു ദാറ്റ് ഫോർ ദ റിമൈനിങ് എമൗണ്ട്? എന്താണ്? നോട്ട് ടു ഫയൽ എ സ്യൂട്ട് ഫോർ റിയലൈസേഷൻ, നോട്ട് ടു ഫയൽ എ സ്യൂട്ട് ഫോർ ക്യാൻസലേഷൻ ഓഫ് ദ സെയിൽ ഡീഡ്. ദ സെല്ലർ ഈസ് entitled where the ownership of the property has passed to the buyer before payment of the whole of the purchase money
to a charge upon the property in the hands of the buyer. Upon the property, definite article ആണ്. ആ പ്രോപ്പർട്ടിയില് അവൻ ബയറുടെ കയ്യിലേക്ക് ആ പ്രോപ്പർട്ടിയിലെ ചാർജ്, സ്റ്റാറ്റ്യൂട്ടറി ചാർജ് ഈസ് ക്രിയേറ്റഡ്. അവിടെ കൊണ്ട് മാത്രമല്ല, ഇഫ് ഹി ഡിസ്പോസസ് ദ പ്രോപ്പർട്ടി, എനി ട്രാൻസ്ഫർ വിത്തൗട്ട് കൺസിഡറേഷൻ, അത് ഗ്രാറ്റുവിറ്റസ് ട്രാൻസ്ഫർ, ഓർ എനി ട്രാൻസ്ഫർ വിത്ത് നോട്ടീസ് ഓഫ് ദ നോൺ പേയ്മെന്റ്, ഈ പൈസ എങ്ങനെ കൊടുക്കാമെന്ന് അറിഞ്ഞുകൊണ്ടെടുത്ത് വാങ്ങിക്കുകയാണെങ്കിൽ, that property is also that runs with the land, that property is liable. For the എന്തിനു വേണ്ടിയാണ്? ഫോർ ദി എമൗണ്ട് ഓഫ് ദ പർച്ചേസ് മണി കൊടുക്കാനുള്ളത്, ഓർ എനി പാർട്ട് ദെയർ ഓഫ് റിമൈനിങ് അൺപെയ്ഡ്, ആൻഡ് ഫോർ ഇൻട്രസ്റ്റ് ഓൺ സച്ച് എമൗണ്ട് ഓർ പാർട്ട് ഫ്രം ദ ഡേറ്റ് ഓൺ വിച്ച് ദ പൊസഷൻ ഹാസ് ബീൻ ഡെലിവേർഡ്. പൊസഷൻ കൊടുത്തു കഴിഞ്ഞാൽ പൊസഷൻ ഇൻ ദി ഓണർഷിപ്പ് ഈസ് ട്രാൻസ്ഫർഡ്, ബട്ട് പൊസഷൻ ഈസ് റീറ്റെയിൻഡ്. അവിടെ ഇത് വരുന്നില്ല. പൊസഷൻ കൊടുത്ത ഡേറ്റ് മുതലുള്ള പലിശയും കാര്യങ്ങളും ആ കിട്ടാനുള്ള പൈസയ്ക്ക് ചാർജ് ഈസ് ക്രിയേറ്റഡ് അപ്പോൺ ഇറ്റ്. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇപ്പൊ സൂട്ട് ഈസ് ഫയൽഡ് ഫോർ റിയലൈസേഷൻ നിയമമുണ്ട്. എ പ്രോപ്പർട്ടി നീഡ് നോട്ട് ബി അറ്റാച്ച്ഡ് അണ്ടർ ഓർഡർ 2054 because it forms part of the decree വരുന്നുണ്ട് അല്ലേ സെല്ലർ. ഇതോടൊപ്പം തന്നെ നിങ്ങൾ വേറെ എടുത്തോളൂ, അതായത് 55(6) ഇതിൽ തന്നെ 55(6)(b) 55(6) കണ്ടല്ലോ, ബയർ ഈസ് എൻഡേറ്റഡ് 55(6)(b). അമല വായിച്ചില്ലേ? സൗഫിയിലെ വായിച്ചോ? ഇല്ല സർ, വായിച്ചില്ല. വായിക്കാം. ഇവിടെ നിന്ന് ആരുണ്ടൊക്കെ വിട്ടുപോയല്ലോ. നേരത്തെ കുറച്ചുണ്ടായിരുന്നല്ലോ, അല്ലെ കുറെ പേര് ഇറങ്ങിപ്പോയല്ലോ അന്ന്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട സെക്ഷനാണ്. ഇത് പറയുന്നതൊക്കെ ഞാൻ ഈ എടുത്തു പറയുന്ന പ്രധാനപ്പെട്ട സെക്ഷനാണ്. എന്തിനാ ഇവരൊക്കെ വരുന്നത് എനിക്കറിയില്ല. 55(6)(b) വായിച്ചോളൂ. വായിക്കട്ടെ സർ? വായിച്ചു. Unless he has improperly declined. The buyer is entitled. The buyer 6 അവിടെ വരെ വായിക്കും. The buyer is entitled. Where the ownership of the buyer is entitled unless he has improperly declined to accept delivery of the property to a charge on the property as against the seller and all persons claiming under him to the extent of the seller's interest in the property for the amount of any purchase money properly paid by the buyer in anticipation of the delivery and for interest on such amount, and when he properly declines to accept the delivery, also for the earnest if any, and for the cost if any, awarded to him of a suit to compel specific performance of the contract or to obtain a decree for its വിശദമായിട്ട് പറയാം. ഞാൻ ചാർജിന്റെ കാര്യം വന്നപ്പോ ഈ 3 സ്റ്റാറ്റ്യൂട്ടറി ചാർജിലുണ്ട്. അതാണ് ഇപ്പൊ 2 അടുത്താണ് പറഞ്ഞത്. ബയർ ഈസ് എൻറ്റിറ്റിൽഡ് എന്താണ്? where the ownership of the property has passed to him. ബയർക്ക് പ്രോപ്പർട്ടി കിട്ടി. To the benefit of an improvement in or increase in value of the property and the rents and profits thereof. അയാൾ ആൾക്കാരാണ്. പിന്നെ buyer is entitled unless he has improperly declined to accept delivery of the property. Unless he has improperly declined, buyer is declined to accept delivery. അപ്പോൾ എന്താണ് അതിന്റെ അർത്ഥം? എന്താണ്? ഡെലിവറി, പ്രോപ്പർട്ടി ഡെലിവറി ചെയ്യുന്നത് he has declined to accept improperly unless he has improperly declined to accept delivery എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? എന്താണ്? The delivery has been declined properly. എന്താണ്? Proper reasons. Delivery has been declined by the വസ്തു ഞാൻ കൈവശം എടുക്കുന്നില്ല. അപ്പൊ unless he has improperly declined to accept എന്ന് പറഞ്ഞാൽ അർത്ഥം വേറെ രീതി പറഞ്ഞാൽ he has declined to accept delivery of the property on concrete reasons. അങ്ങനെ വന്നാൽ എന്ത് ചെയ്യും? What is the buyer? The buyer, he has paid the amount to the seller, അല്ലേ? അങ്ങനെ വന്നാൽ to a charge on the property as against the seller. സെല്ലർക്കെതിരെ ആ പ്രോപ്പർട്ടിയിലെ ഒരു ചാർജ് ക്രിയേറ്റ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയാണ് ചാർജ്? as against seller and all persons claiming under him to the extent of the seller's interest in the property for the amount of any purchase money properly paid by the buyer in anticipation of delivery
and for interest on such amount. And when he properly declines to accept delivery, also for the earnest money, if any, and for the cost awarded to him in a suit to compel specific performance of the course, specific performance vanalilla. Churikki paranjale, in an agreement for sale is there. The sale deed it was executed, was not executed, whatever it may be. The delivery of the property has been declined. Sale deed was not executed, but the earnest money has been paid. Advance amount has been paid. A bulk of the property amount has been paid. That amount has been retained by the buyer, seller. The buyer is declined to accept delivery of the property for proper reasons. Angane vannale, whatever amount the buyer has paid to the seller, that a charge has been created upon the property for that amount and with and its interest. That is statutory charge created. അപ്പൊ ശരിക്കും നിങ്ങൾ ഒരു 5 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്തു. നിങ്ങൾ ഈ വസ്തു പിന്നെ തിരിച്ചു വാങ്ങാതെ എന്താണ് ഇതിന്റെ പിന്നെ തിരക്കുമ്പോഴത്തേക്ക് എന്താണ് ഈ വസ്തുവിനകത്ത് കുറച്ച് നിലം നികത്തിയതുണ്ട്, അങ്ങനെയുണ്ട്, ഇങ്ങനെയുണ്ട്, മാട കുറെ പ്രശ്നങ്ങളുണ്ട്. ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ പ്രൊസീഡിങ് വിത്ത് ദാറ്റ്. ഇപ്പം പൈസ കൊടുക്കുന്നില്ല. പിന്നെ വാട്ട് ഈസ് യുവർ റൈറ്റ്സ്? ഇറ്റ് വെരി സൂട്ട് ഫോർ ദി റിട്ടേൺ ഓഫ് ദി അഡ്വാൻസ് എമൗണ്ട് പെയ്ഡ് അല്ലേ? കൊടുത്ത് അതിനകത്ത് പറയുന്നുണ്ട് അഡ്വാൻസ് എമൗണ്ട് പെയ്ഡ്. ഇത് മറ്റേവനകത്ത് സ്പെസിഫിക് പെർഫോമൻസിന് ഈ സെല്ലർ കേസ് കൊടുത്താൽ തന്നെ ഏണസ്റ്റ് മണി രണ്ടാണത് പറയുന്നത്. വിശദമായിട്ട് പിന്നെ പറയാം. അതിനും ഇയാൾക്ക് റൈറ്റ് ഉണ്ട്. അതിൽ അപ്പൊ ആ തുകയ്ക്ക് വേണ്ടി എന്ത് ചെയ്യാം? എ ചാർജ് ഈസ് ക്രിയേറ്റഡ് ഓട്ടോമാറ്റിക്കലി അപ്പോൺ ദിസ് പ്രോപ്പർട്ടി ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ദി ബയർ, പ്രൊവൈഡഡ് refusal to accept delivery should be on concrete reasons. Improperly declined ആണ്. Unless he has improperly declined എന്ന് പറയുന്നതാണ്, properly declined ആണ്. അപ്പോൾ ചാർജ് ഈസ് ക്രിയേറ്റഡ്. അങ്ങനെ ചാർജ് ഒരു സപ്പോസ് ഇൻ ആൻ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ചാർജ് ഈസ് ദേർ, വാട്ട് വിൽ ബി ദി പീരീഡ് ഓഫ് ലിമിറ്റേഷൻ? നിങ്ങൾ നിങ്ങളുടെ സീനിയറിനോട് ചോദിക്കുക, സാറേ ഇങ്ങനെ അഡ്വാൻസ് എമൗണ്ട് കൊടുത്തു, അത് തിരിച്ച് കിട്ടിയില്ല, നമ്മൾ കേസ് കൊടുക്കണം, എത്ര ദിവസത്തിനും കൊടുക്കണം ആ പൈസക്ക് തിരിച്ചു കിട്ടാൻ വേണ്ടി? എല്ലാവരും പറയുന്നതാണ് 3 കൊല്ലത്തിനും കൊടുക്കണം എന്ന് പറയും. സംശയം ഉണ്ടോ നിങ്ങൾ സീനിയർ? ഞാനിങ്ങനെ പറഞ്ഞു എന്നും പറഞ്ഞ് ചോദിക്കരുത്. അവരൊക്കെ പറയുന്നതാണ് 3 കൊല്ലത്തിനും കൊടുക്കണം, അല്ലെ അഡ്വാൻസ് എമൗണ്ട് തിരിച്ച് കിട്ടത്തില്ല. 12 കൊല്ലത്തിനും കൊടുത്താൽ മതി. എന്തുകൊണ്ടാണ്? സ്റ്റാറ്റ്യൂട്ടറി ചാർജ് ഈസ് ക്രിയേറ്റഡ് അപ്പോൺ ദി പ്രോപ്പർട്ടി. അപ്പോൾ ഈ റിയലൈസേഷൻ അപ്പൊ അഡ്വാൻസ് എമൗണ്ട് കിട്ടാനുള്ള പൈസ ഇംപ്ലിമെന്റേഷൻ എൻഫോഴ്സിംഗ് ദ ചാർജ് ആണ്. മനസ്സിലായില്ലേ? എൻഫോഴ്സിംഗ് ദ സ്റ്റാറ്റ്യൂട്ടറി ചാർജ് ആണ് ആ കേസിൽ നമ്മൾ ചെയ്യുന്നത്, കൊടുക്കുമ്പോൾ വരുന്നത്. അത് 12 years ആണ് ലിമിറ്റേഷൻ ആക്ട് സെക്ഷൻ, ഞാൻ ഓർക്കുന്നില്ല. അപ്പൊ ദീസ് ആർ ദ 3 സ്റ്റാറ്റ്യൂട്ടറി ചാർജ്. അപ്പൊ ചാർജ് രണ്ട് സ്റ്റാറ്റ്യൂട്ടറി ചാർജ് ഉണ്ട്, ചാർജ് ക്രിയേറ്റഡ് ബൈ ദി ആക്ട് ഓഫ് പാർട്ടീസ് ഉണ്ട്, ബൈ വേ ഓഫ് എഗ്രിമെന്റ്. അങ്ങനെ ചാർജ് ഉണ്ടെങ്കിൽ എന്താണ് കണ്ടിട്ട് എന്താ പറയുന്നത്? Where more property of one person is by act of parties or operation of law made security for the payment of money to another, and the transaction does not amount to a mortgage, the latter person is said to have a charge on the property, and all the provisions hereinafter contained which apply to a simple mortgage shall so far as may apply to such charge. Nothing in this section applies to the charge of a trustee on the trust property for the expenses properly incurred in the execution of the trust, and save as otherwise expressly provided by any other law for the time being enforced. No charge shall be enforced against any property in the hands of a person to whom such property has been transferred for consideration and without notice of the charge. അപ്പോഴ് ഈ ട്രസ്റ്റ് പ്രോപ്പർട്ടി ഇപ്പോൾ ട്രസ്റ്റ് ഈസ് ക്രിയേറ്റഡ് അല്ലേ? അപ്പൊ നമ്മള് ട്രാൻസ്ഫർ പ്രോപ്പർട്ടി ഇന്റർവ്യൂവേഴ്സ് ആൻഡ് ഫോർ ഹിംസെൽഫ്, അതാണ് ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ എന്റെ പേരിലേക്ക് പ്രോപ്പർട്ടി മാറ്റി, ഞാൻ ആദ്യത്തെ ട്രസ്റ്റിയായി. ആ ട്രസ്റ്റിന്റെ പ്രവർത്തനത്തിന് വേണ്ടി ഇനിഷ്യൽ എക്സ്പെൻസ് എന്ന് പറയുന്നില്ലായിരിക്കും. അതാണ് നത്തിങ് ഇൻ ദിസ് സെക്ഷൻ ഷാൾ അപ്ലൈസ് ടു ദി ചാർജ് ഓഫ് എ ട്രസ്റ്റി ഓൺ ദി ട്രസ്റ്റ് പ്രോപ്പർട്ടി. Applies to the charge of a trustee on the trust property for expenses properly incurred in the execution of his trust. എത്ര രൂപ എൻ്റെ ട്രസ്റ്റിന് ചെലവ്, അതിലൊരു ചാർജ് ഉണ്ട്, പ്രോപ്പർട്ടിയിലുണ്ട്, ട്രസ്റ്റിന്റെ അസറ്റില് ചാർജ് ഉണ്ട്. ആ ചാർജ് ഇതിനകത്ത് വരില്ലെന്നാണ് പറയുന്നത്. നത്തിങ് ഇൻ സെക്ഷൻ അപ്ലൈസ് ടു ദി ചാർജ് ഓഫ് എ ട്രസ്റ്റി
on the trust property for the expenses properly incurred in execution of his trust. Nothing in section applies to the charge of a trustee. അതാണ് അപ്ലൈ ഇല്ല. അത് ആ ട്രസ്റ്റിന്റെ വന്നാൽ എന്താണ് ട്രസ്റ്റ് ഈടാക്കി എടുക്കുന്നത്? ആ ട്രസ്റ്റ് whatever amount the trust for the maintenance of the initial expenses has been incurred by the trustee for execution of a trust, he has the right to reimburse the amount. അതാണ് ഇത്. അപ്പൊ ചാർജ് ഉണ്ടെങ്കിൽ എന്താണ്? ചാർജ് ഉണ്ടെങ്കിൽ പ്രോപ്പർട്ടി ക്യാൻ ബി പുട്ട് ഇൻ ടു ആക്ഷൻ അല്ലേ? വിറ്റിട്ട് ലേലം ചെയ്ത് വിറ്റിട്ട് അത് നേടാക്കി എടുക്കാം. ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബെനിഫിഷ്യറീസ് ആർ അൺലിമിറ്റഡ് നമ്പർ ഓഫ് പേഴ്സൺസ് ആർ ബെനിഫിഷ്യറീസ്. ദ ട്രസ്റ്റീസ് ആർ ഓൺലി managing for and with the beneficiaries. Either such a property is disposed of and for the realization of the amount incurred by this trustee, the property is put to action and disposed of. The ultimate sufferers will be the beneficiaries. അതുകൊണ്ട് even though a charge is there upon the property, for realization of that a trustee cannot take steps to release the amount from this charged property. At the same time, he has the right to reimburse the amount from the earnings derived to the trustee. അങ്ങനെ എടുക്കാനേ പറ്റൂ. ഈടാക്കി എടുക്കാനേ പറ്റൂ, ചാർജ് എടുക്കാൻ പറ്റില്ല. ഇന്നത്തേക്ക് ഇത്ര കൊണ്ട് നിർത്താം. ഇവിടെ നാളെ ഇടയ്ക്ക് വിട്ടുപോയത് ആരോ 1-2 പേര് നേരത്തെ ഉണ്ടായിരുന്നവരില് പറയാമോ? സൗഫീല, അമല, അംജത്ത്, അനീഷ്, തസ്നീമ, സ്റ്റെഫി, സജിന, വേറെ ആരുണ്ടായിരുന്നു ഇവിടെ ഇതിനകത്ത്? എല്ലാവരും മിണ്ടുന്നില്ല. ക്ലാസ് ആരും നാളെ വരുമ്പോ ബെഞ്ചിന്റെ പുറത്ത് കയറ്റി നിർത്തായിരുന്നു. അതൊന്നും പറ്റില്ലല്ലോ. ഓക്കെ, ഗുഡ് നൈറ്റ്. Thank you, sir. Thank you, sir. Good night.